നമസ്കാരം. പ്രൈം ഡിബേറ്റിലേക്ക് സ്വാഗതം. വന്ദേ മാതരം ഇനി ആലപിക്കാതിരുന്നാൽ ജയിലോ? രാജ്യത്തെ വീണ്ടും ഒരു കടുത്ത രാഷ്ട്രീയ ഭരണഘടനാ ഏറ്റുമുട്ടലിലേക്ക് നയിക്കുന്ന ബിൽ രാജ്യസഭയുടെ പടിവാതിൽക്കൽ. വന്ദേ മാതരത്തിന് ദേശീയ ഗാനത്തിന് തുല്യമായ പദവി. വന്ദേ മാതരം പാടാൻ വിസമ്മതിച്ചാലും മുഴുവൻ ഭാഗവും ആലപിക്കാതിരുന്നാലും അവഹേളിച്ചാലും ക്രിമിനൽ കുറ്റം, തടവും പിഴയും വരെ വ്യവസ്ഥ ചെയ്യുമെന്നാണ് ബില്ലിലെ നിർദ്ദേശം. കേന്ദ്രം പറയുന്നത് ഇത് ദേശീയ പ്രതീകങ്ങളുടെ സംരക്ഷണം. പ്രതിപക്ഷം ചോദിക്കുന്നത് ഇത് ദേശസ്നേഹമോ അതോ നിർബന്ധിത ദേശസ്നേഹമോ? വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആലപിക്കണമെന്ന് ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിന് പിന്നാലെ ഇപ്പോൾ അതിനെ നിയമത്തിന്റെ കരുത്ത് നൽകി എതിർപ്പിനെ കുറ്റകൃത്യമാക്കാനുള്ള നീക്കം, മതേതരത്വത്തിന്റെ പേരിൽ ഉയരുന്ന ആശങ്കകൾക്ക് എന്താണ് മറുപടി? ദേശസ്നേഹം നിയമം കൊണ്ട് നിർബന്ധമാക്കാനാകുമോ? അല്ലെങ്കിൽ ദേശീയ ബഹുമതികൾക്ക് കൂടുതൽ ശക്തമായ നിയമപരിരക്ഷ നൽകേണ്ട സമയമാണോ? വന്ദേ മാതരം ബഹുമാനമോ അടിച്ചേൽപ്പിക്കലോ? ദേശീയ ഗീതമായ വന്ദേ മാതരത്തെ ദേശീയ പ്രതീകങ്ങളെ അപമാനിക്കുന്നത് തടയുവാനുള്ള നിയമത്തിന്റെ പരിധിയിൽ കൊണ്ടുവരുന്ന ബിൽ ഇന്ന് രാജ്യസഭയിൽ അവതരിപ്പിക്കാൻ ഇരുന്നതാണ്. എന്നാൽ രാജ്യസഭയിലെ ബഹളം കാരണം ഇന്നത് സാധിച്ചില്ല. എന്നാൽ തൊട്ടടുത്ത ദിവസം തന്നെ ബിൽ രാജ്യസഭയുടെ പരിഗണനയ്ക്ക് വരും. പ്രതിപക്ഷം ശക്തമായ എതിർപ്പാണ് ഉന്നയിച്ചിരിക്കുന്നത്. വന്ദേ മാതരം മുഴുവൻ ഭാഗവും, അതായത് 6 സ്റ്റാൻസകളും പാടണം എന്നുള്ളതാണ് ബില്ലിലെ പ്രധാനപ്പെട്ട വ്യവസ്ഥ. അതോടൊപ്പം തന്നെ അപമാനിച്ചാൽ, വന്ദേ മാതരത്തെ അവഹേളിച്ചാൽ അത് ക്രിമിനൽ കുറ്റമായി മാറും. 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും കിട്ടാവുന്ന കുറ്റമാക്കുകയാണ്. നേരത്തെ ദേശീയ ഗാനത്തിന് എന്തെല്ലാം സംരക്ഷണമാണോ നൽകിയിരുന്നത് അതേ രീതിയിൽ തന്നെയാണ് വന്ദേ മാതരത്തിനും സംരക്ഷണം കിട്ടുക. ഇതാണ് കേന്ദ്രത്തിൻ്റെ നിയമ ഭേദഗതി. പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് 1971 ഇതിൻ്റെ ഭേദഗതിയാണ് നടക്കാൻ പോകുന്നത്. ദേശീയ ഗാനത്തിന് തുല്യമായ പദവി വന്ദേ മാതരത്തിനും നൽകുകയാണ്. മതേതരത്വത്തിൻ്റെ പേരിൽ അന്ന് ആദ്യ 2 സ്റ്റാൻസകൾ മാത്രം, 2 ഖണ്ഡികകൾ മാത്രമായിരുന്നു ആലപിക്കാൻ തീരുമാനിച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ മുഴുവൻ ഭാഗവും ആലപിക്കണം എന്നാണ് കേന്ദ്രത്തിൻ്റെ നിർദ്ദേശം. നേരത്തെ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ജനുവരിയിൽ ഇത്തരമൊരു സർക്കുലർ ഇറക്കിയതാണ്. പക്ഷേ അന്നിത് നിർബന്ധമാക്കിയിരുന്നില്ല. സംസ്ഥാനങ്ങൾ പലതും അതുകൊണ്ട് തന്നെ ഇക്കാര്യത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു, വന്ദേ മാതരം മുഴുവനായിട്ടും ആലപിക്കേണ്ട എന്ന്. അതിനിടെ ചില സ്ഥാനാരോഹണ ചടങ്ങുകളിലും മറ്റും വന്ദേ മാതരം മുഴുവൻ ഭാഗവും ആലപിച്ചതും വിവാദമായിരുന്നു. ജയിൽ ശിക്ഷ വരെ കിട്ടാവുന്ന നിയമ ഭേദഗതിക്കാണ് കളമൊരുങ്ങുന്നത്. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് രാജ്യസഭയിൽ ബിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. പ്രതിപക്ഷം ശക്തമായ എതിർപ്പ് ഉന്നയിച്ചു കഴിഞ്ഞു. ജോൺ ബ്രിട്ടാസ് MP ആഭ്യന്തരമന്ത്രിക്ക് കത്തും നൽകിയിട്ടുണ്ട്. ഈ വിഷയമാണ് ഇന്ന് പ്രൈം ഡിബേറ്റ് ചർച്ച ചെയ്യുന്നത്. ശ്രീ ശ്രീജിത്ത് പണിക്കർ, ശ്രീ MS വേണുഗോപാൽ, ശ്രീ രാഹുൽ ഈശ്വർ, ISMന്റെ പ്രതിനിധി ശ്രീ മുഹമ്മദ് അമീർ എന്നിവരാണ് പങ്കെടുക്കുന്നത്. ശ്രീ MS വേണുഗോപാൽ, അന്ന് ഇക്കാര്യം ചർച്ച ചെയ്തതാണ്. കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലർ വന്നപ്പോൾ അവിടെ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന്റെ മുഴുവൻ ഭാഗവും ആലപിക്കണം എന്ന നിർദ്ദേശമായിരുന്നു നൽകിയിരുന്നത്. അത് ഏതൊക്കെ ചടങ്ങുകളിൽ വേണമെന്ന നിർദ്ദേശവും നൽകിയിരുന്നു. പക്ഷേ ഇത് നിർബന്ധിക്കൽ ആയിരുന്നില്ല അന്ന്. പക്ഷേ അന്ന് തന്നെ കരുതിയതാണ് നിയമത്തിന്റെ പരിരക്ഷ വന്ദേ മാതരത്തിന് നൽകിക്കൊണ്ട് ദേശീയ ഗാനത്തിന് തുല്യമായ ഒരു പദവിക്കുള്ള ശ്രമമാണ് കേന്ദ്ര സർക്കാർ നടത്തുന്നത് എന്ന്. ഇതിപ്പോൾ അങ്ങനെ തന്നെയായി കാര്യങ്ങൾ വന്നിരിക്കുകയാണല്ലോ. പ്രതിപക്ഷത്തിന്റെ എതിർപ്പ് എത്രമാത്രം ഇവിടെ കേന്ദ്രം മുഖവിലേക്കെടുക്കാൻ സാധ്യത താങ്കൾ കാണുന്നുണ്ട്? അത് പ്രധാനമായും വന്ദേ മാതരം ഒരു ദേശഭക്തി ഗാനമാണ് അല്ലെങ്കിൽ ദേശീയ ഗീതമാണ് എന്നുള്ളത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ട് വന്നത് എന്തുകൊണ്ടാണെന്ന് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടതാണ്. ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജി നോവലിൽ അനന്തമഠിൽ ഇത് ഉൾപ്പെടുത്തിയപ്പോൾ ആർക്കും ഇതിനെക്കുറിച്ച് ഇത് ദേശീയ ഗീതമാകുമെന്നോ മറ്റു കാര്യങ്ങളൊന്നും ആർക്കും ഒരു ധാരണയുമില്ലായിരുന്നു. പക്ഷേ ഇത് സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായി 1880-കൾക്ക് ശേഷം പലയിടത്തും ചൊല്ലുകയുണ്ടായി. അത് ജനങ്ങളെ ആവേശം കൊള്ളിച്ചു, പ്രത്യേകിച്ച് ബംഗാളിൽ. ഇത് ഏറ്റവും കൂടുതൽ വ്യക്തമായത് ബംഗാൾ വിഭജന സമയത്ത് ഹിന്ദുക്കളും മുസ്ലിങ്ങളും എല്ലാം ഈ വിഭജനത്തെ എതിർത്തുകൊണ്ട് ഈ സ്ലോഗൻ ചൊല്ലിയിരുന്നു. സ്വദേശി പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന മൂവ്മെൻറ്റിലും ഇത് ചൊല്ലിയിരുന്നു. അവസാനം 1911 ഈ ബംഗാളിനെ വിഭജിച്ച ആ സാഹചര്യത്തിൽ നിന്നും ബ്രിട്ടീഷുകാർക്ക് പുറകോട്ട് പോയി ബംഗാളിനെ വീണ്ടും കൂട്ടിച്ചേർക്കേണ്ടതായിട്ടും വന്നു.
അത്രയ്ക്ക് പ്രധാനപ്പെട്ട ഘടകമാണ് ഈ വന്ദേ മാതരം ചൊല്ലുമ്പോൾ അതിൻ്റെ ആവേശത്തിൽ നിന്നും ഉണ്ടായത്. ശരിക്കും പറഞ്ഞാൽ സ്വാതന്ത്ര്യ സമര ചരിത്രത്തിൽ ഏതെങ്കിലും ഗീതം ഇന്ത്യയിലെ എല്ലാ മതവിഭാഗങ്ങളെയും ഇത്രയും പുളകം കൊള്ളിച്ചിട്ടുണ്ടെങ്കിൽ അത് ഈ ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ വന്ദേ മാതരം. പക്ഷേ സ്വാതന്ത്ര്യാനന്തരം അങ്ങനെ ആയിരുന്നില്ലല്ലോ. അത് ഒരു വിഭാഗം, അതായത് പ്രത്യേകിച്ച് മുസ്ലിം ജനവിഭാഗത്തിന് അത് ആലപിക്കുവാൻ ബുദ്ധിമുട്ടുള്ള ചില ഖണ്ണികളുണ്ട്. അവിടെ ഹൈന്ദവ ബിംബങ്ങളാണ് കടന്നു വന്നിരുന്നത്. ആ ഭാഗങ്ങൾ ഒഴിവാക്കിക്കൊണ്ട് ആദ്യ 2 ഖണ്ണിക മാത്രം വന്ദേ മാതരത്തിന്റെ ഭാഗമായി ആലപിക്കണം എന്നുള്ള തീരുമാനവും വന്നതാണ്. പക്ഷേ ഇത് കേന്ദ്രത്തിൽ നിന്ന് പ്രതീക്ഷിച്ചതാണ് മുഴുവൻ ഖണ്ണികകളിലും ആലപിക്കേണ്ടി വരുമെന്ന്. അതിനുള്ള നീക്കമാണ് നടത്തുന്നത്. ഇതുകൊണ്ട് എനിക്ക് പറയാനുണ്ട്, ബ്രിട്ടീഷുകാരുടെ ഡിവൈഡ് ആൻഡ് റൂളിന്റെ ഭാഗമായിട്ട് 1911 അവർ ഇത് യൂണിറ്റിയുടെ ഒരു സോങ് ആണ് എന്നുള്ളത് കൊണ്ട് അത് ആദ്യം ബ്രിട്ടീഷുകാരാണ് നിരോധിച്ചത്. ബ്രിട്ടീഷുകാർ ഇത് നിരോധിച്ചത് ഇത് പാടിക്കൊണ്ട് നടന്നാൽ അമിതമായ ദേശഭക്തി എല്ലാവരിലും ഉണരുന്നു എന്നതുകൊണ്ട് ഇത് നിരോധിക്കുകയാണ് ചെയ്തത്. അന്ന് വലിയ ബഹളമുണ്ടായി. പിന്നീട് ഇതേ പ്രശ്നം കോൺഗ്രസ് കമ്മിറ്റിയിൽ 1937 വന്നപ്പോഴും അവിടെയും തർക്കം വന്നു. ജിന്ന ഇത് വളരെ ശക്തമായി എതിർത്തു. ഇതിൽ 3 മുതൽ 6 വരെയുള്ള സ്റ്റാൻസാൽ പ്രത്യേകിച്ച് 4, 5 വരുന്നതിൽ ഹിന്ദു ഐഡൽസിൻ്റെ പരാമർശമുണ്ട്. അതുകൊണ്ട് ഇത് ഞങ്ങൾക്ക് മുസ്ലിങ്ങൾക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല എന്ന്. അത് സമയം മുതൽ, അതായത് 1911 മുതൽ ബ്രിട്ടീഷുകാർ പ്ലാൻ ചെയ്തതാണ് ഈ ഇന്ത്യയുടെ യൂണിറ്റി, ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചു ചേർന്നാൽ ഇന്ത്യയുടെ യൂണിറ്റി ശക്തമാകും. അതുകൊണ്ടാണ് 2ആയി വിഭജിച്ച ബംഗാളിനെ 1911 അവർക്ക് വീണ്ടും യോജിപ്പിക്കേണ്ടി വന്നത്. ആ സംഭവം ഇനിയും തുടർന്നാൽ തങ്ങളുടെ കളി പൂർണ്ണമായും നടക്കില്ല എന്ന് ബോധ്യമായതുകൊണ്ടാണ് ഇതിനെതിരെ ജിന്നയെ ആദ്യം തിരിച്ചു. അവസാനം അന്നത്തെ ലീഗ് പൂർണ്ണമായിട്ടും ഇതിനെ എതിർത്തു. അപ്പോഴാണ് ഇതൊരു ചർച്ചയായിട്ട് 1937 കോൺഗ്രസ് കമ്മിറ്റിയിൽ വരികയും വർക്കിംഗ് കമ്മിറ്റിയിൽ വരികയും ആ വർക്കിംഗ് കമ്മിറ്റിയിൽ പ്രധാനമായി ജവഹർലാൽ നെഹ്റു, മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ് ഉൾപ്പെടെയുള്ളവർ ചർച്ചയ്ക്ക് ഈ വിഷയം എടുക്കുകയും ഈ ചർച്ചയിൽ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് ഇത് പൂർണ്ണമായും എടുത്തു കളഞ്ഞാൽ നമുക്ക്, അപ്പോൾ ഗാന്ധി പറഞ്ഞു നമുക്കിത് ഒരു പ്രാക്ടിക്കൽ മാറ്റർ എന്നുള്ള നിലയ്ക്ക് ഇത് വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ആദ്യത്തെ ഭാഗം മാത്രമാക്കി ബാക്കി നിർദ്ദേശിക്കാൻ ആദ്യത്തെ 2 സ്റ്റാൻസ് കഴിച്ച് ബാക്കിയുള്ളത് വേണ്ടെന്ന് വയ്ക്കാമെന്ന് പറഞ്ഞു. ജവഹർലാൽ നെഹ്റു ഏതാണ്ട് അത് പൂർണ്ണമായും നിർത്തുന്നതിനെക്കുറിച്ചും അദ്ദേഹം പറഞ്ഞു. പക്ഷേ ഗാന്ധിജി പറഞ്ഞതനുസരിച്ച് 2 സ്റ്റാൻസ് അങ്ങനെ നിർത്താം. പക്ഷേ സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞത് അതങ്ങനെ ചെയ്താൽ വലിയ പ്രശ്നങ്ങൾ വീണ്ടും ഇന്ത്യയിൽ ഉണ്ടാകും എന്നുള്ളതാണ്. എന്തായാലും അവസാനം തീരുമാനിച്ച ഈ 2 സ്റ്റാൻസ് നിലനിർത്തിക്കൊണ്ട് ബാക്കി നമുക്ക് കോൺഗ്രസിൽ ചൊല്ലേണ്ട കാര്യം ഇതുവരെ അങ്ങനെ തന്നെയാണ് ചൊല്ലിക്കൊണ്ടിരുന്നത്, ആലപിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ അത് പിന്നീട് കോൺഗ്രസിന്റെ ഭരണമാണ് ഇവിടെ. ശരിയാണ്. BJP സർക്കാർ അധികാരത്തിലെത്തിയതിനു ശേഷം ഇപ്പോൾ അത് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന്റെ നിർദ്ദേശം വന്നു, മുഴുവൻ ഭാഗങ്ങളും ആലപിക്കണമെന്ന്. ഇപ്പോൾ ബില്ലും വരികയാണ്. ശ്രീ മുഹമ്മദ് അമീർ, എന്തായാലും ബിൽ പാസ്സാകുമ്പോൾ തീർച്ചയായിട്ടും വന്ദേ മാതരം ആലപിക്കേണ്ടി വരും. അത് മുഴുവൻ ഭാഗവും ആലപിക്കേണ്ടി വരും. 3 മിനിറ്റ് 10 സെക്കൻഡ് ഇതാണല്ലോ വന്ദേ മാതരത്തിന്റെ ദൈർഘ്യം. മുഴുവൻ ഖണ്ണികകളും ആലപിക്കേണ്ടി വരും. 2 ഖണ്ണികകൾ പോരാ. ഇത് നിങ്ങൾക്ക് യോജിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണല്ലോ. അന്ന് കോൺഗ്രസും ലീഗും ഒക്കെ തീരുമാനമെടുത്തതാണ് ആദ്യ 2 ഖണ്ണികൾ മതിയെന്ന്. ഇപ്പോൾ ഇത് നിർബന്ധമാക്കുമ്പോൾ നിങ്ങളുടെ നിലപാട് എങ്ങനെയായിരിക്കും? അല്ല, ഇത് നമ്മൾക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം പ്രതിനിധി എന്നുള്ള നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതല്ല. ഇന്ത്യയിലൊരു മതേതര വിശ്വാസി, ഭരണഘടനാ വിശ്വാസി എന്നുള്ള നിലക്ക് നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ ഇതൊരു മുസ്ലിം പ്രശ്നമല്ല. ഇത് ജിന്ന, മുസ്ലിം ലീഗ് എന്നൊക്കെ ഉയർത്തിക്കാട്ടിക്കൊണ്ട് ഇതൊരു മുസ്ലിം പ്രശ്നമല്ല. ഇത് എല്ലാ മതവിശ്വാസികളുടെയും പ്രശ്നമാണ്. കാരണം ഭരണഘടനയിലെ ആർട്ടിക്കിൾ 19 പ്രകാരം, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻസ് പ്രകാരം ഈ ആർട്ടിക്കിൾ കാണിച്ചിട്ടാണ് 1986 ജഹോവ വിറ്റ്നസിന്റെ 3 കുട്ടികൾ ജനഗണമന പാടിയപ്പോ അത് ഏറ്റ് പാടാതിരുന്നു. അതിനെ റെസ്പെക്ട് ചെയ്തു, എഴുന്നേറ്റ് നിന്ന് റെസ്പെക്ട് ചെയ്തു. പക്ഷെ അത് ഏറ്റ് ചെല്ലിയില്ല എന്ന് കാണിച്ച് ആ കേസ് സുപ്രീം കോടതി വരെ എത്തുമ്പോൾ അന്നത്തെ ജഡ്ജി ചിന്നപ്പ റെഡ്ഡി വിധിക്കുന്നത് അവർക്ക് അതിനുള്ള റൈറ്റ് ഉണ്ട്, അവരെ സ്കൂളിലേക്ക് തിരിച്ചെടുക്കാൻ പറഞ്ഞിട്ടാണ് വിധി വന്നത്. ആലോചിച്ച് നോക്കണം, അന്ന് 1986 ഈ കുട്ടികൾക്കെതിരെ ഈ നടപടി എടുക്കുന്ന സമയത്ത് 1971 ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് ആക്ട് നിലവിലുണ്ട്. അതില് 3 കാര്യങ്ങളാണുള്ളത്. നാഷണൽ ആന്തം ഉണ്ട്, അതിൽ നാഷണൽ ഫ്ലാഗ് ഉണ്ട്, ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. ഈ 3 സംഗതികൾക്കെതിരെയുള്ള ഏതൊരു തരത്തിലുള്ള ഇൻസൾട്ടും എന്താകും, അത് പ്രകാരം കുറ്റകരമാണ്, ഒഫൻസ് ആണ്. അത് വെച്ചിട്ടാണ് ഈ കുട്ടികൾക്കെതിരെ കേസെടുക്കുന്നത്.
ആ ആക്ട് നിലവിലുള്ളപ്പോഴും സുപ്രീം കോടതി ഇവർക്ക് ഇത് ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ പറഞ്ഞുകൊണ്ട് ഇവരെ സ്കൂളിലേക്ക് തിരിച്ചടക്കണം എന്ന് പറഞ്ഞ് ഒഴിവാക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അതേപോലെ അതിലില്ലാത്ത അല്ല പറയട്ടെ, അതിലില്ലാത്ത ഒരു സാധനം, ഒരു സംഗതി കൂടി, ഒരു നാഷണൽ സോങ് കൂടി ഇന്നത്തെ ഒരു ഇന്ത്യൻ സാഹചര്യത്തിൽ അതിലേക്ക് ഉൾപ്പെടുത്തുന്നത് ഒന്നാമത് ചർച്ച ചെയ്യേണ്ട അതിന്റെ ഇന്റൻഷൻ എന്താണെന്നുള്ളതാണ്. എന്ത് ഇന്റൻഷനിലാണ് ഇതും കൂടിയും ഈ പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഹോണേഴ്സ് എന്നുള്ള ആക്ടിലേക്ക് ഇത് ചേർക്കുന്നത് എന്നുള്ളതാണ്. ഇതൊരു സെൻസിറ്റീവ് ഇഷ്യൂ ആക്കിക്കൊണ്ട് അതിലെന്തെങ്കിലും ഒരു ധ്രുവീകരണം, ഒരു പോളറൈസേഷൻ കൊണ്ടുവരാനുള്ള ശ്രമങ്ങളുണ്ടോ? ആ ഇന്റൻഷനെയാണ് നമ്മൾ എതിർക്കേണ്ടത്. അതല്ലാതെ ഇത് ഏതെങ്കിലും ഒരു മുസ്ലിം പ്രശ്നമല്ല. ഇത് മുഴുവൻ മതവിശ്വാസികൾ ആർക്കെങ്കിലും ഇത് പാടാൻ ആഗ്രഹമില്ലെങ്കിൽ, ഇത് ഏറ്റു ചൊല്ലാൻ ആഗ്രഹമില്ലെങ്കിൽ അവർക്കും ഭരണഘടനാപരമായ ഒരു റൈറ്റ് അവിടെ കൊടുക്കണം എന്നുള്ളതാണ് മുമ്പത്തെ കേസ് സൂചിപ്പിക്കുന്നത്. ഈ അഞ്ചാമത്തെ ഖണ്ഡികയാണല്ലോ നിങ്ങളെ കൂടുതലായിട്ടും അസ്വസ്ഥപ്പെടുത്തുന്നത്. ഈ അഞ്ചാമത്തെ ഖണ്ഡികയിൽ അത് ഭാരതമാതാവിനെ വണങ്ങുന്ന വിശേഷങ്ങളാണ് വരുന്നത്. അതിനെ അംഗീകരിക്കാൻ പറ്റില്ല എന്നാണ്. അതെ, ജനഗണമന ആലപിച്ചതിനാണ് അന്ന് കേസെടുത്തത്. അല്ല, രണ്ടാമത്തത് ഇപ്പോ നമുക്ക് കേരളത്തിൽ ഈ മുഖ്യമന്ത്രിയുടെ നയപ്രഖ്യാപനവുമായി ബന്ധപ്പെട്ടുള്ള സദസ്സിൽ വന്ദേമാതരം മുഴുവൻ ചൊല്ലി. ആ മുഴുവൻ ചൊല്ലിയപ്പോൾ ഇനി മേലാൽ ഇത് ആവർത്തിക്കരുതെന്ന് പറഞ്ഞിട്ട് സർക്കാരിന് നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോ അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത ഘട്ടങ്ങളിൽ ഈ ബില്ല് പാസ്സായതിനു ശേഷം കേരളത്തിൽ സർക്കാരിനെതിരെ കേസ് വരുമോ? തമിഴ്നാട്ടിലെ സർക്കാരിനെതിരെ കേസ് വരുമോ? ഇങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ബില്ല് പാസ്സാകുമ്പോൾ നിർബന്ധമാകുമല്ലോ ശ്രീ മുഹമ്മദ് അമീർ. ബില്ല് പാസ്സാകുമ്പോൾ 3 മിനിറ്റ് 10 സെക്കൻഡ് എന്നുള്ള കാര്യം നിർബന്ധമാകും. അത് നേരത്തെ ആഭ്യന്തര മന്ത്രാലയം കൊടുത്തിരിക്കുന്ന നിർദ്ദേശങ്ങളില്ലേ, അത് പ്രകാരം ഏതെല്ലാം ചടങ്ങുകളിൽ ആലപിക്കണം എന്നുള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത് നിർബന്ധമല്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ കേരളത്തിൽ, അതുപോലെ തമിഴ്നാട്ടിൽ, ഇവിടെയൊന്നും അത് നിർബന്ധമാക്കിയിരുന്നില്ല. എല്ലാ ചടങ്ങുകൾക്കുമൊന്നും ആലപിച്ചിരുന്നില്ല. സ്കൂൾ അസംബ്ലികളിൽ വരെ ആലപിക്കണം. ദേശീയ ഗാനവും ദേശീയ ഗീതവും ആലപിക്കേണ്ട ഒരു ചടങ്ങാണെങ്കിൽ ആദ്യം ദേശീയ ഗീതമായ വന്ദേമാതരം ആലപിക്കണം എന്നുപോലും വ്യവസ്ഥ ചെയ്യുന്നുണ്ട്. അതോടൊപ്പമാണ് അവഹേളിച്ചാൽ, അത് ആലപിക്കാതിരുന്നാലും മുഴുവനായിട്ടും ആലപിക്കാതിരുന്നാലും ആണല്ലോ, അത് ക്രിമിനൽ കുറ്റമാണ്. 3 വർഷം തടവും പിഴയും കിട്ടാവുന്നതായിട്ട് വ്യവസ്ഥ ചെയ്യപ്പെട്ടിട്ടുണ്ട്. ശ്രീത് പണിക്കർ, ഇത് നേരത്തെ തന്നെ തീരുമാനിച്ചിരുന്ന ഈ മതേതരത്വത്തിന് ഹാനി സംഭവിക്കുന്ന ഒന്നാണ്, അതുകൊണ്ട് ആദ്യ 2 ഖണ്ഡികകൾ മതി എന്ന് സർവ്വസമ്മതത്തോടെ എടുത്ത തീരുമാനത്തെ അട്ടിമറിക്കുന്ന ഒന്നുകൂടിയായി മാറുകയല്ലേ? വ്യത്യസ്തമായിട്ടുള്ള അഭിപ്രായമുണ്ട്. കാരണം അത് സർവ്വസമ്മതത്തോടു കൂടി എടുത്തത് എന്നുള്ളത് ചരിത്രപരമായി ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല. നമ്മളിതിൽ ആദ്യം ചരിത്രപരമായി ആലോചിക്കേണ്ടത് 1950-ൽ വന്ദേമാതരത്തിന് നാഷണൽ സോങ് അഥവാ ദേശീയ ഗീതം എന്നുള്ള ഒരു സ്റ്റാറ്റസ് കൊടുക്കുമ്പോൾ അന്ന് പ്രസിഡന്റായിരുന്ന ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് പറഞ്ഞത് എല്ലാ അർത്ഥത്തിലും ജനഗണമന എന്ന ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള സ്ഥാനമായിരിക്കും വന്ദേമാതരത്തിന് നൽകുക എന്നാണ്. അതായത് 2 സോങ്ങുകൾക്കും രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരേ തരത്തിലുള്ള സ്റ്റാറ്റസ് ആയിരിക്കും എന്നാണ്. പക്ഷെ പിന്നീട് 1970-കളിൽ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചിരിക്കുന്ന പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട്സ് ടു നാഷണൽ ഓണേഴ്സ് ആക്ട് കൊണ്ടുവരുന്ന സമയത്ത് അതിൽ നിന്ന് ഈ വന്ദേമാതരത്തിനെ ഒഴിവാക്കി എന്നുള്ളതാണ്. അതായത് ഇതിനെ ഉൾപ്പെടുത്തിയില്ല. പകരം അതിൽ ജനഗണമന ഉൾപ്പെടുത്തി, പിന്നീട് പതാക ഉൾപ്പെടുത്തി, അതേപോലെ തന്നെ ഭരണഘടന ഉൾപ്പെടുത്തി. അത് ഉൾപ്പെടുത്തുന്നതിനുള്ള കാരണവും എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. പിന്നെ ഇത് ഏകപക്ഷീയമായിട്ടുള്ള അല്ലെങ്കിൽ സർവ്വസമ്മതത്തോടു കൂടിയിട്ടുള്ള ഒരു തീരുമാനമല്ലായിരുന്നു എന്ന് പറയുന്നതിൻ്റെ കാരണം അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾ തന്നെ, പ്രധാനപ്പെട്ട ദേശീയ രാഷ്ട്രീയത്തിലുള്ള മുസ്ലിങ്ങൾ തന്നെ ഈ ജിന്നയുടെ വാദത്തിനെ എതിർത്തതാണ്. അതായത് 1896-ൽ ആദ്യമായിട്ട് വന്ദേമാതരം ആലപിച്ചതിന് ശേഷം 40 വർഷം തുടർച്ചയായിട്ട് കോൺഗ്രസിന്റെ സമ്മേളനങ്ങളിൽ വന്ദേമാതരത്തിന്റെ 6 സ്റ്റാൻസയും പൂർണ്ണമായിട്ട് ഹിന്ദുക്കളും മുസ്ലിങ്ങളും പാടിയിരുന്നു. അന്ന് റാഫി അഹമ്മദ് കിദ്വായി ഉണ്ട്. റാഫി അഹമ്മദ് കിദ്വായി 1937-ൽ കോൺഗ്രസ് ഇതേപോലെ 2 സ്റ്റാൻസ് മാത്രമായിട്ട് ഇതിനെ പരിമിതപ്പെടുത്താം എന്ന് തീരുമാനമെടുത്തതിന് ശേഷം അദ്ദേഹം അന്നൊരു പത്രസമ്മേളനം നടത്തി. റാഫി അഹമ്മദ് കിദ്വായി നടത്തിയിരുന്ന പത്രസമ്മേളനത്തിൽ അദ്ദേഹം പറഞ്ഞത് ജിന്നയുടെ ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഒരു ആവശ്യം എന്ന് പറയുന്നത് ഒരു സബ്ടർഫ്യൂജ് ആണ് എന്നാണ് പറഞ്ഞത്. അതായത് വെറും ഒരു തട്ടിപ്പ് മാത്രമാണ്, അതല്ലാതെ അതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല. അത് മതപരമായിട്ടുള്ള ഒരു ആവശ്യമല്ല, മറ്റേതെങ്കിലും തരത്തിൽ അതിനെ ന്യായീകരിക്കാൻ പറ്റുന്ന ഒരാവശ്യമല്ല എന്ന് പത്രസമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നതാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മതവിശ്വാസത്തിനെ കുറിച്ചൊന്നും നമ്മൾ ചോദ്യം ചെയ്യേണ്ടതിൻ്റെ ആവശ്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. പിന്നെ ബീഹാർ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ അംഗമായിരുന്ന ഡോക്ടർ സയ്യദ് മെഹമൂദ്, അദ്ദേഹം, അതേപോലെ തന്നെ ബംഗാളിലെ പ്രധാനപ്പെട്ട ഒരു വിദ്യാഭ്യാസ വിദഗ്ധനായിട്ടുള്ള റേസ ഉൽ കരീം, ഈ ആൾക്കാരെല്ലാവരും തന്നെ ജിന്നയുടെ വാദത്തിനെ എതിർത്തിരുന്ന ആൾക്കാരാണ്. അപ്പോൾ അതിനർത്ഥം
അന്നുണ്ടായിരുന്ന മുസ്ലിങ്ങൾ, അതായത് ഈ പത്രസമ്മേളനത്തിൽ നിന്ന് ഈ പിന്നെ കിദ്വായി ഒക്കെ പറഞ്ഞത് തന്നെ 40 വർഷമായിട്ട് ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും ഒരുമിച്ച് പാടുന്നതിന് പ്രശ്നം ഉണ്ടായിരുന്നില്ലല്ലോ, ജിന്നയ്ക്ക് തന്നെ പാടുന്നതിന് കുഴപ്പമുണ്ടായിരുന്നില്ലല്ലോ, കോൺഗ്രസിന്റെ ഈ സമ്മേളനങ്ങളിലെല്ലാം ജിന്ന പങ്കെടുത്തിരുന്നതല്ലേ, അപ്പോഴില്ലാത്ത വാദം ഇപ്പോൾ എന്തുകൊണ്ട് കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. പിന്നെ തുടക്കത്തിൽ ശ്രീ വേണുഗോപാൽ പറഞ്ഞതുപോലെയുള്ള പല കാര്യങ്ങളുണ്ട്. ഇപ്പോൾ സ്വദേശി മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് ബാരിസാൾ എന്ന് പറയുന്ന സ്ഥലത്തൊക്കെ തന്നെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് ആയിരക്കണക്കിന് ആൾക്കാർ തെരുവിലേക്ക് വന്നിട്ടാണ് ബ്രിട്ടീഷുകാർക്കെതിരെ ഈ ഗാനം പാടുന്നത്. അപ്പോൾ പിന്നീട് വന്നിരിക്കുന്ന ഒരു പ്രശ്നം, നേരത്തെ ഈ കോൺഗ്രസ് എന്തുകൊണ്ടാണ് 1937 ഇങ്ങനെ ഒരു തീരുമാനമെടുക്കാനായിട്ട് നെഹ്റുവും ഗാന്ധിയും ബോസും ഒക്കെ കൂടി തീരുമാനിച്ചത് എന്ന് വെച്ചാൽ, അന്ന് മുസ്ലിം ലീഗിനെ എങ്ങനെയെങ്കിലും ഈ ഒരു പക്ഷത്ത് നിർത്തുക എന്നുള്ള ഒരു താല്പര്യത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റ് ഉണ്ട്. അതല്ലാതെ പൂർണ്ണമായിട്ടും മതപരമായിട്ടുള്ള ഒരു കാര്യത്തിനെ ആവശ്യത്തിനെ മുൻനിർത്തി കണ്ടതുകൊണ്ട് ഈ 40 വർഷം എന്തുകൊണ്ട് ഇത് നിങ്ങൾ പാടി, ഇപ്പോൾ എന്തുകൊണ്ട് നിങ്ങൾ ഈ ആവശ്യം ഉന്നയിക്കുന്നു, നേരത്തെ ഉന്നയിക്കാഞ്ഞത് എന്താണ് എന്നുള്ള ലോജിക്കലായിട്ടുള്ള ചോദ്യം അവിടെ ഒഴിവാക്കിയതല്ല, മറിച്ച് അന്നുണ്ടായിരുന്നത് ഒരു സെറ്റിൽമെന്റ് ആണ്. അതായത് ഈ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി മുന്നോട്ട് പോകുന്ന സമയത്ത് മുഹമ്മദ് അലി ജിന്നയുടെ മുസ്ലിം ലീഗ് അന്ന് പലതരത്തിലുള്ള വ്യത്യസ്തമായ വാദങ്ങൾ കൊണ്ടുവന്നിരുന്നു. അത് വന്നിരുന്ന സമയത്തും ഇവരെ ഒന്നിച്ച് തന്നെയാണ് കൊണ്ടുപോകേണ്ടത് എന്നതിന്റെ അടിസ്ഥാനത്തിൽ അന്ന് കോൺഗ്രസ് ചെയ്തിരുന്ന ഒരു വിട്ടുവീഴ്ച മാത്രമായിരുന്നു അത്. അതല്ലാതെ അതൊരു പൊളിറ്റിക്കൽ കോണ്ടെക്സ്റ്റിലല്ല. അതെല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ അതിന് കഴിഞ്ഞില്ല എന്നുള്ളത് കൊണ്ടാണ് കിദ്വായി അതേ സമയത്ത് തന്നെ പബ്ലിക്കായിട്ട് പത്രസമ്മേളനം നടത്തി ജിന്നയെ തള്ളുന്നത്. അപ്പൊ അതിനർത്ഥം നമ്മുടെ രാജ്യത്തിന്റെ പൂർണ്ണമായിട്ടും ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള സ്റ്റാറ്റസ് എല്ലാ രീതിയിലും അക്കോർഡ് ചെയ്യപ്പെട്ടു എന്ന് പറയപ്പെട്ടിരിക്കുന്ന ഒരു ഗാനത്തിന് അതിന് സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നില്ല. മറ്റേ ഗാനത്തിന് അത് പ്രൊട്ടക്ഷൻ കൊടുത്തിരുന്നപ്പോൾ ഇതിനത് കൊടുത്തിരുന്നില്ല. ഇവിടെ ഒരു കാര്യം പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കണം, ഇത് പാടിയില്ല എങ്കിൽ തലവെട്ടും എന്ന രീതിയിലത്തേക്കുള്ള സംവിധാനമൊന്നുമില്ല. അത് നമുക്ക് ഏതൊരു ഗാനവുമായി ബന്ധപ്പെട്ടിട്ടാണെങ്കിലും ആൾക്കാരുടെ അത് എക്സസൈസ് ചെയ്യുന്നതിനുള്ള ഒരു ഫ്രീഡത്തിനെ കോടതികൾ തന്നെ ബഹുമാനിക്കുന്നതാണ്. നേരത്തെ ഇവിടെ പറഞ്ഞിരിക്കുന്ന യഹോവ സാക്ഷികളുടെ കാര്യത്തിലുള്ളതുപോലെ ഇവിടെ ഈ വന്നിരിക്കുന്ന ഇപ്പോൾ അമെൻഡിന്റെ കൊണ്ടുവന്നിരിക്കുന്ന നിയമത്തിന്റെ ബില്ലിന്റെ ഫൈൻ പ്രിന്റ് ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഞാൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തതിൽ നിന്ന് മനസ്സിലാക്കുന്നത് ഈ ഗാനത്തിനോട് ഇൻസൾട്ട് കാണിക്കാൻ പാടില്ല എന്നുള്ളതാണ്. അതായത് അത് പാടുന്ന സമയത്ത് നമ്മൾ പാടണം എന്ന് നിർബന്ധമില്ല, പക്ഷേ എണീറ്റ് നിന്ന് അതിനെ ബഹുമാനിക്കണം. അത് യഹോവ സാക്ഷികളുടെ കേസിലും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. എണീറ്റ് നിന്ന് ബഹുമാനിക്കണം എന്നുള്ളതാണ്, നിങ്ങൾ പാടണമെന്നില്ല. നിർബന്ധമായിട്ട് ഒരാളുടെയും പാടാനായിട്ട് പറ്റില്ല. അതേപോലെ തന്നെ പാടിയില്ല എങ്കിൽ ഫൈൻ അടിക്കാനും പറ്റില്ല. ഇങ്ങനെയാണ്. ഇതിനെ ഇൻസൾട്ട് ചെയ്യരുത്, ഗാനത്തിനെ തടസ്സപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ്. അതിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ട് ആർക്കെങ്കിലും ഉണ്ടോ? എനിക്ക് തോന്നുന്നില്ല. അത് ഏതെങ്കിലും തരത്തിലുള്ള ഒരു എക്സസീവ് ആയിട്ടുള്ള ഒരു ഡിമാൻഡാണോ? ദേശീയ ഗാനം എന്ന് പറയുന്ന 1950 ഈക്വൽ സ്റ്റാറ്റസ് കൊടുത്തിരിക്കുന്ന ദേശീയ ഗാനത്തിന് തുല്യമായിട്ടുള്ള ദേശീയ ഗീതം ആലപിക്കുന്ന, പക്ഷേ ശ്രീ ശ്രീപണിക്ക് നിർബന്ധിതമായിട്ട് വരില്ലേ? ഇപ്പോൾ എല്ലാവരും, എല്ലാ മതവിഭാഗത്തിൽപ്പെട്ടവരും ആലപിക്കേണ്ടി വരും എന്ന് വരില്ലേ എന്നുള്ളതാണ്. കാരണം ഇത് ഇൻസൾട്ട് ചെയ്തു എന്ന ഒരു കാറ്റഗറിയിലേക്ക് കൊണ്ടുവരാൻ പറ്റുമല്ലോ, എളുപ്പമാണല്ലോ അത്. അല്ല, സിംഗിങ് നിർബന്ധമാക്കിയിരിക്കുന്നത് നിലവിൽ എവിടെയാണ്? നിലവിൽ അത് രാഷ്ട്രപതിയുടെ ചടങ്ങുകളിലും ഗവർണറുടെ ചടങ്ങുകളിലും മാത്രമാണ് അത് നിർബന്ധമാക്കിയിരിക്കുന്നത്. ഇപ്പൊ എന്തുകൊണ്ടാണ് കേരളത്തിൽ ശ്രീ വി ഡി സതീശന്റെ സർക്കാർ അധികാരത്തിൽ ഏൽക്കുന്ന സമയത്ത് എന്തുകൊണ്ടാണ് അത് ആലപിച്ചത് എന്ന് ചോദിച്ചാൽ, അവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് ഗവർണറാണ്. അതുകൊണ്ട് തന്നെ അവിടെ ഗവർണറുടെ പ്രോട്ടോക്കോളാണ് പാലിക്കുന്നത്. ഗവർണറുടെ പ്രോട്ടോക്കോൾ ഉള്ളത് കൊണ്ട് അതുള്ള എല്ലാ സ്ഥലത്തും അങ്ങനെ തന്നെ ചെയ്തു. അപ്പൊ എന്തുകൊണ്ടാണ് ബംഗാളിൽ ഇത് പാടാഞ്ഞത് എന്ന് ചോദിച്ചാൽ, അവിടെ പ്രസന്റ് ആയിരുന്ന ഒരാൾ പ്രധാനമന്ത്രിയാണ്. അപ്പോൾ അതിന്റെ ഓർഡർ നോക്കുന്ന സമയത്ത് പ്രധാനമന്ത്രിയുടെ പ്രോട്ടോകോളാണ് ഇവിടെ പാലിക്കേണ്ടത് എന്നുകൊണ്ടാണ്. അതായത് പ്രധാനമന്ത്രി മറ്റൊരു രാഷ്ട്രീയ കാര്യം കൂടി ഉണ്ടല്ലോ ശ്രീ ശ്രീത് പണിക്കർ, ഇത് ആലപിച്ചില്ലെങ്കിൽ അവർ ദേശസ്നേഹികളല്ല എന്നുള്ള ആ ഒരു നറേറ്റീവിലേക്ക് വരും. ഇല്ല, അങ്ങനെയൊന്നുമില്ല. കാരണം അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രിയുടെ ചടങ്ങിൽ നിർബന്ധമാക്കണം. നമ്മൾ ഏറ്റവും കൂടുതൽ സ്പെഷ്യൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന, പ്രത്യേക തരത്തിലുള്ള ഇമ്മ്യൂണിറ്റി കൊടുക്കുന്ന രണ്ട് പൊസിഷൻസേ നമ്മുടെ രാജ്യത്തുള്ളൂ. അതൊന്ന് ഗവർണറും മറ്റൊന്ന് രാഷ്ട്രപതി അല്ലെങ്കിൽ ഉപരാഷ്ട്രപതിയാണ്. അപ്പോൾ അവരുൾപ്പെടുന്ന ചടങ്ങുകളിൽ അവരുടെ പ്രോട്ടോകോളിന്റെ ഭാഗമായിട്ട് മാത്രമേ ഇതിനെ നിർബന്ധിതമായിട്ട് പാടണം എന്ന് പറയുന്നുള്ളൂ. അതല്ലാതെ പ്രധാനമന്ത്രിയുടെ ചടങ്ങിന് പോലും അത് നിർബന്ധമല്ല. എന്ന് വെച്ചാൽ പ്രധാനമന്ത്രി ഒരു ലെസർ നാഷണലിസ്റ്റ് ആണ് എന്നൊരർത്ഥം അതിനില്ലല്ലോ. അപ്പോൾ അത് അങ്ങനെയുള്ള ചടങ്ങുകളിൽ മാത്രമേ അതിനെ ലീഗലൈസ്ഡ് ആയിട്ട്. ആഭ്യന്തര മന്ത്രാലയത്തിന്റെ സർക്കുലറിൽ ആദ്യത്തെ വിഭാഗം എന്ന് പറയുന്നത് ഈ ഔദ്യോഗിക സ്ഥാനാരോഹണ ചടങ്ങുകളാണ് കേട്ടോ. ഇൻവെസ്റ്റിച്ചേഴ്സ് ആണ്. പിന്നെയാണ് പ്രസിഡന്റ് പങ്കെടുക്കുന്ന ചടങ്ങുകൾ, അതുപോലെ തന്നെ ഗവർണർ പങ്കെടുക്കുന്ന ചടങ്ങുകൾ, ദേശീയ പതാക ഉയർത്തുന്ന ചടങ്ങുകൾ. അല്ല, അതെല്ലാം ഈ പ്രോട്ടോകോൾ സംബന്ധിയായിട്ടുള്ള കാര്യമാണ്. അതായത് ഏത് പൊസിഷനിലുള്ള ആൾക്കാർക്കാണോ ഈ പ്രോട്ടോകോൾ അക്കോർഡ് ചെയ്യുന്നത് അതിനനുസരിച്ചാണ്. അല്ലാതെ ഇപ്പോൾ നമ്മുടെ ഒരു ഫ്ലാറ്റ് അസോസിയേഷൻ്റെയോ നമ്മുടെ ഒരു ഓഫീസിലോ വന്നിട്ട് നമ്മൾ
ഇത് ഉയർത്തുന്ന സമയത്താണ് എന്ന രീതിയിലത്തേക്കല്ല ഞാനതിനെ കണ്ടിട്ടുള്ളത്. സിവിൽ ഇൻവെസ്റ്റിഗേഴ്സാണ്. അതിപ്പോൾ സിവിൽ ഇൻവെസ്റ്റിഗേഴ്സ് എന്ന് പറയുമ്പോൾ ഇപ്പോൾ ഉദാഹരണത്തിന് ഗവർണർ പങ്കെടുക്കുന്ന ഏതെങ്കിലും ഒരു അത്തരത്തിലുള്ള ഒരു ചടങ്ങ്, അങ്ങനെയുള്ള ചടങ്ങുകളിലൊക്കെയാണ് എന്നാണ് അതിന്റെ നിയമത്തിൽ കണ്ടിരിക്കുന്നത്. ബാക്കി കാര്യങ്ങൾ ഒരുപക്ഷെ ബില്ല് വരുമ്പോഴായിരിക്കും അതിന്റെ പൂർണ്ണ രൂപം. കാരണം ഈ 1971 നിയമത്തെ ഏത് രീതിയിലാണ് ഭേദഗതി ചെയ്തിരിക്കുന്നത്, അതിലെ സെക്ഷൻ 3 ഭേദഗതി വരുന്നത്. അതെന്തായാലും ബില്ല് ടേബിൾ ചെയ്യുമ്പോഴത്തേക്ക് നമുക്കറിയാം. ഇന്ന് ടേബിൾ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. ശ്രീ രാഹുൽ ഈശ്വർ, അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ ശ്രീജിത്ത് പറഞ്ഞ കാര്യമാണെങ്കിൽ അതൊരു നിർബന്ധിതമല്ല വന്ദേമാതരം ആലപിക്കുന്നത്, പക്ഷേ അവഹേളിക്കരുത് എന്നതേ ഉള്ളൂ. ശ്രീജിത്ത് പണിക്കർ പറഞ്ഞതാണ് ശരി. നമ്മുടെ മുഹമ്മദ് അമീർ എന്ന് പറയുന്ന നമ്മുടെ സുഹൃത്തിന് അവരുടെ വിശ്വാസപരമായ കാരണങ്ങളാൽ ഇതിനോട് ഒരു വിയോജിപ്പ് ഉണ്ടാകുന്നതിനെ നമ്മൾ ബഹുമാനിക്കണം. കാര്യം മുസ്ലിം മതവിശ്വാസികൾക്ക്, ക്രിസ്ത്യൻ മതവിശ്വാസികൾക്ക്, ജൂത മതവിശ്വാസികൾക്ക് ഒരു ശക്തമായ ഏകദൈവ വിശ്വാസ സമ്പ്രദായമുണ്ട്. മുസ്ലിങ്ങൾ ഇത് പാടുന്നെങ്കിൽ അത് അവരുടെ നല്ല മനസ്സും അവരുടെ അക്കോമഡേഷനുമാണ്. പാടിയില്ലെങ്കിൽ അവരുടെ നിലപാടിനെ ബഹുമാനിക്കാൻ നമുക്ക് കഴിയണം. എന്തുകൊണ്ട് കഴിയണം? അവരുടെ വിശ്വാസപ്രകാരം അള്ളാഹു അല്ലെങ്കിൽ ക്രിസ്ത്യാനികളുടെ വിശ്വാസപ്രകാരം യഹോവ, യാഹ്വേ, ഈ ഏകദൈവ സങ്കല്പങ്ങളുണ്ട്. യഥാർത്ഥത്തിൽ 1870 എഴുതിയ വന്ദേമാതരത്തിൽ 2 സ്റ്റാൻസയാണ് ഉണ്ടായിരുന്നത്. ഇപ്പോൾ നമ്മൾ പറയുന്ന 2 സ്റ്റാൻസ. 1882 ആവുമ്പോഴാണ് 4 സ്റ്റാൻസ കൂടി ചേർത്ത് 6 സ്റ്റാൻസ ആകുന്നത്. ഇത് വളരെ സന്തോഷത്തോടെ നമ്മൾ എല്ലാം പാടിയിരുന്നു. പക്ഷെ പിന്നീട് തർക്കവും മറ്റും വരികയും എതിരഭിപ്രായങ്ങൾ വരികയും ചെയ്തപ്പോൾ സുഭാഷ് ചന്ദ്രബോസ് തന്നെ ഇരുന്ന കാലത്ത് മഹാത്മാഗാന്ധിയും രവീന്ദ്രനാഥ് ടാഗോറും പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഒക്കെ സമവായം എടുത്തു. ആ സമവായം എന്താ? നമുക്ക് ആദ്യ 2 പാരഗ്രാഫ് പാടാം. നമ്മൾ നാഷണൽ സോങ്ങിന്റെ സ്റ്റാറ്റസ് അക്കോർഡ് ചെയ്യുന്ന എന്തിനാണ്? ആ ആദ്യ 2 പാരഗ്രാഫുകൾക്കാണ്. അത് മറ്റൊരു സഹോദരന് അവരുടെ ദൈവവിശ്വാസത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അവർ സന്തോഷത്തോടെ എണീച്ചു നിൽക്കും. എനിക്ക് തോന്നുന്നില്ല ശ്രീ മുഹമ്മദ് അമീറിന് എണീച്ചു നിൽക്കുന്നതിന് എന്തെങ്കിലും വിരോധം ഉണ്ടാവുമെന്ന്. നമ്മുടെ യഹോവ സാക്ഷികൾ ചെയ്യുന്നത് പോലെ അവർ എണീച്ചു നിൽക്കുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. നമ്മുടെ വിശ്വാസങ്ങൾ ബാക്കിയുള്ള ആരെങ്കിലും അടിച്ചേൽപ്പിക്കുന്നതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് യാതൊരു ഗുണവുമില്ല. യഥാർത്ഥത്തിൽ ഇത്തരം വിവാദങ്ങൾക്ക് ഒരു പരിധിക്കപ്പുറം എന്തെങ്കിലും അർത്ഥമുണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതും കൂടെയാണ്. അതായത് യഥാർത്ഥത്തിൽ ഒന്ന് തിരിഞ്ഞാലോചിച്ചാൽ വന്ദേമാതരം നമ്മുടെ നാടിന്റെ, നമ്മൾ ഹിന്ദുക്കളുടെ ഏറ്റവും വലിയ നന്മകളിലൊന്നാണ്. നമ്മുടെ നാടിനെ, ഹിന്ദുക്കളെയും മുസ്ലിങ്ങളെയും എല്ലാം ഏറ്റവും ആവേശഭരിതമാക്കിയ ഒരു സോങ് ചില മുസ്ലിം സഹോദരങ്ങൾക്ക് അവരുടെ വിശ്വാസത്തിന് ശരിയല്ലാത്ത രീതിയിൽ ബാധിക്കുമെന്ന ഒരു ചിന്ത വരും. അപ്പോ നമ്മുടെ രാഹുൽ, താങ്കൾ പറയുന്ന രീതിയിലാണെങ്കിൽ ഈ ബില്ലിനെ എതിർക്കേണ്ട കാര്യമില്ല. പക്ഷെ പ്രതിപക്ഷം ഈ ബില്ലിനെ എതിർക്കുകയാണ് രാജ്യസഭയിൽ. അവർ പറയുന്നത് ഈ കാല ദേശീയത അടിച്ചേൽപ്പിക്കുന്നു, മതേതര സ്വഭാവം ഇല്ലാതാക്കുന്നു എന്നുള്ള കാര്യമാണ്. അപ്പോൾ അവർ ശങ്കിക്കുന്നത് ഇത് നിർബന്ധമാക്കും, ഇത് ആലപിച്ചില്ലെങ്കിൽ അവരെ ദേശസ്നേഹികൾ അല്ലെന്ന് മുദ്രകുത്തും തുടങ്ങിയ കാര്യങ്ങളാണ്. അങ്ങനെയല്ല. പ്രതിപക്ഷത്തിന്റെ, പ്രത്യേകിച്ച് കോൺഗ്രസിന്റെ ലാംഗ്വേജ് ഈ വിഷയത്തിൽ ശരിയല്ല. അത് ഞാൻ സത്യസന്ധമായി തുറന്നു പറയാണ്. എന്റെ സുഹൃത്ത് മുഹമ്മദ് അമീറിനോട് എനിക്കുള്ള റിക്വസ്റ്റ്, നമ്മൾ സത്യസന്ധമായി ഈ വിഷയം പറയണം. ആ വിഷയം എന്ന് പറഞ്ഞാൽ ഇത് മതേതരത്വത്തിന്റെ പ്രശ്നം എന്നതിനേക്കാൾ കൂടുതൽ നമ്മുടെ മുസ്ലിം മതവിശ്വാസികൾക്ക് അവരുടെ വിശ്വാസപ്രകാരം വളരെ പവിത്രമായി അവർ കാണുന്ന കാര്യങ്ങളാണ് അള്ളാഹുവിലുള്ള വിശ്വാസം, ഷിർക്ക് പോലുള്ള സങ്കല്പങ്ങൾ, അവരുടെ മോണോതീസം, ഏകദൈവ വിശ്വാസം. ഇത് തന്നെ യഹോവയിലും ഇത് തന്നെ മോസസിലും ഇത് തന്നെ ജൂതന്മാരിലും ഒക്കെ കാണുന്നുണ്ട്. നമ്മൾ ഹിന്ദുക്കൾ അങ്ങനെയല്ല. നമ്മൾ ഒരു പ്ലൂറലിസ്റ്റിക് ഫ്രെയിംവർക്കോ പോളിതീയിസ്റ്റിക് ഫ്രെയിംവർക്കോ പാൻതീയിസ്റ്റിക് ഫ്രെയിംവർക്കോ ഒക്കെ ഉള്ളതാണ്. പ്ലൂറലിസം എന്ന് പറഞ്ഞാൽ ഒരു ബഹുസ്വര ഫ്രെയിംവർക്കാണ്. പാൻതീയിസം എന്ന് പറഞ്ഞാൽ പ്രകൃതി തന്നെ ദൈവം എന്ന് പറയുന്ന ഒരു ഫ്രെയിംവർക്കാണ്. ബഹുദൈവ വിശ്വാസമെന്നോ അല്ലെങ്കിൽ ഏകം സത് വിപ്ര ബഹുദാവതയും ഇതുള്ളൊരു, അതായത് സത്യം ഒന്നാണ് പക്ഷെ ദൈവങ്ങളിലൂടെ റെപ്രസെന്റ് ചെയ്യാം എന്ന വിശ്വാസം ഉള്ളവരാണ്. നമ്മുടെ സഹോദരങ്ങൾക്ക് മറ്റൊരു ചിന്താ പദ്ധതിയാണ്. നമ്മൾ അതിനെ ബഹുമാനിച്ചു പോകുന്ന രാജ്യമാണ്. അപ്പൊ ശരി, അപ്പോൾ അങ്ങനെയാണെങ്കിൽ ശ്രീ മുഹമ്മദ് അമീർ, രാഹുൽ പറയുന്നതും ശ്രീജിത്ത് പറയുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ നിങ്ങൾ ആശങ്കപ്പെടേണ്ട കാര്യമില്ല. കാരണം ഇതൊരു അടിച്ചേൽപ്പിക്കൽ അവിടെ വരില്ല. മഞ്ജുഷ് ഒരു സെക്കൻഡ്, ഞാൻ ഒരു വരിയും കൂടെ തീർത്തോട്ടെ. അപ്പൊ ഈ സമവായത്തിന്റെ പേരാണ് ഇന്ത്യ. അതാണ് ഇന്ത്യയുടെ മനോഹാരിത. മഞ്ജുഷും ഞാനും ജനിച്ചു വളർന്നു വന്നപ്പോ നമ്മളെ വീണ്ടും വന്ദേമാതരം പാടിച്ചത് അല്ലാഹ് റഖാ റഹ്മാൻ എന്ന AR റഹ്മാനാണ്. അതായത് ജീവിതം കൊണ്ടൊരു ഹിന്ദുവായി ജനിച്ച് എന്നാൽ ജീവിതത്തിലൂടെ ഇസ്ലാം മതം കണ്ടെത്തി സൂഫി പാരമ്പര്യങ്ങളടക്കം താല്പര്യമുള്ള ആ AR റഹ്മാനാണ് നമ്മൾക്ക് വന്ദേമാതരം വീണ്ടും പാടിച്ചത്. നമ്മുടെ ജയ് ഹിന്ദ് തരുന്നത് ആബിദ് ഹസൻ സഫ്രാനിക്കാണ്. അതിന്റെ ഏറ്റവും കൂടുതൽ ആൾക്കാർ പറയുന്നത്. അല്ലെങ്കിൽ നമ്മുടെ അസീമുള്ള ഖാൻ, മാതൃദേവതൻ ഭാരത് അല്ലെങ്കിൽ ഭാരത് മാതാ കി ജയ് ഇന്ന് വ്യാഖ്യാനിക്കുന്ന മന്ത്രങ്ങൾ, അല്ലെങ്കിൽ മന്ത്രങ്ങളല്ല, ക്ഷമിക്കണം, വാക്യങ്ങൾ ആദ്യം വരുന്നത് ഈ മുസ്ലിം സഹോദരങ്ങളുടെ കയ്യിൽ നിന്നാണ്. അപ്പൊ മുസ്ലിം സമൂഹത്തെ റീങ് ഫെൻസ് ചെയ്യാനോ അപരവൽക്കരിക്കാനോ ഇത് യൂസ് ചെയ്യാതെ അവരെയും കൂടെ വിശ്വാസത്തിലെടുത്ത് അവരെണീറ്റ്. ശരി, ശ്രീ മുഹമ്മദ് അമീർ, അങ്ങനെയാണെങ്കിൽ രാഹുൽ പറയുന്നതും ഒരു പരിധിവരെ ശ്രീജിത്ത് പറയുന്നതും വെച്ച് നോക്കുകയാണെങ്കിൽ അത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമല്ല. കാരണം അവിടെ നിർബന്ധിക്കൽ എന്ന കാര്യം ഉണ്ടാവുകയില്ല എന്നാണ്. താങ്കൾ അത് മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? താങ്കൾ അത് വിശ്വസിക്കുന്നുണ്ടോ അങ്ങനെയാണെന്ന്? അതില് മഞ്ജുഷ് പിന്നെ രാഹുൽ പറഞ്ഞു, ശ്രീജിത്ത് പറഞ്ഞതും ഒക്കെ
ഇപ്പൊ ഇവിടെ ഒരു ഇൻസൾട്ടിങ് എന്നുള്ള നിലക്ക് ഇപ്പൊ ഇൻസൾട്ടിങ് ആണ് പ്രശ്നം. ഇവിടെ ഇപ്പോ ഏതെങ്കിലും ഒരു മതവിശ്വാസി, ഒരു ക്രിസ്ത്യാനി ആവട്ടെ, ഒരു മുസ്ലിം ആവട്ടെ, ആരും ആവട്ടെ, ഇതിനൊന്നും ഇൻസൾട്ട് ചെയ്യാൻ പോകുന്നില്ല. ഇപ്പൊ മുസ്ലിങ്ങളെ സംബന്ധിച്ച് ഖുർആനിൽ തന്നെ കൃത്യമായിട്ട് ആയത്തുണ്ട്, വലാ തസുബ്ബുല്ലദീന ഓന മിൻ ദൂനില്ല. അഥവാ നിങ്ങൾ അള്ളാഹുവിന്റെ പുറമെ അല്ലെങ്കിൽ ഏകദൈവത്തിന്റെ പുറമെ മറ്റുള്ള വിശ്വാസികൾ വിളിച്ച് പ്രാർത്ഥിക്കുന്നതും അവർ ബഹുമാനിക്കുന്നതുമായ ചിഹ്നങ്ങളെ, അടയാളങ്ങളെ ഒന്നും നമ്മൾ ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. ഇൻസൾട്ട് ചെയ്യരുത് എന്നുള്ള നമ്മളൊരു കർശനമായ നിർദ്ദേശമാണ്. അതുകൊണ്ട് തന്നെ പിന്നെ മറ്റ് ദൈവങ്ങളെ വിളിക്കുന്ന, മറ്റ് ദൈവങ്ങളെ പരാമർശിക്കുന്ന ദുർഗ, സരസ്വതി ഇവരൊക്കെ പരാമർശിക്കുന്ന വന്ദേ മാതരത്തിന്റെ അല്ലെങ്കിൽ അതിനെ ബഹുമാനിച്ച് കാണുന്ന ഒന്നിനും ഒരു മുസ്ലിമും, ഒരു വിശ്വാസിയായ ഖുർആനിൽ വിശ്വസിക്കുന്ന ഒരു മുസ്ലിമും ഇൻസൾട്ട് ചെയ്യാൻ പാടില്ല. അപ്പൊ ആ നിലക്ക് നമുക്ക് അതിനൊരു ഇൻസൾട്ടേഷന്റെ ഒരു പ്രശ്നമില്ല. പിന്നെ ഇത് ഇപ്പോ രാഹുൽ ഈശ്വർ പറഞ്ഞ നമ്മളത് കുറച്ചും കൂടി വ്യക്തമായി തെളിച്ച് പറയണം. കാരണം ഇതൊരു തൗഹീദും ഷിർക്കും, ഒരു ഏകദൈവ വിശ്വാസം ഷിർക്കുമായിട്ട് ബന്ധപ്പെട്ട് അതിനേക്കാൾ അപ്പുറത്ത് ഇത് എല്ലാ മതവിശ്വാസികളുടെ പ്രശ്നം തന്നെയാണ്. ഇതൊരു മതേതര സമൂഹത്തിന്റെ പ്രശ്നം തന്നെയാണ്. ഒരു ബുദ്ധമത വിശ്വാസിക്ക് ഈ ദുർഗയും സരസ്വതിയും ഒക്കെ വിളിക്കാൻ പറ്റുമോ? അങ്ങനെ അതിനെ വിളിക്കാൻ കഴിയൂല. ഒരു ജൈന മത വിശ്വാസിക്ക് ദുർഗയും സരസ്വതിയും വിളിക്കാൻ പറ്റുമോ? ഒരു സത്യത്തിൽ ഒരു ജൈന മത വിശ്വാസി ആണെങ്കിൽ ഒരു സിഖുകാരന് വിളിക്കാൻ പറ്റുമോ? അതുപോലെ തന്നെ ഒരു യഹോവ സാക്ഷി വിശ്വസിക്കുന്ന ഒരു പ്രൊട്ടസ്റ്റന്റുകാരന് വിളിക്കാൻ പറ്റുമോ? അവർക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു നല്ലൊരു വിശ്വാസിക്ക് അതിൽ പ്രയാസങ്ങൾ ഉണ്ടാവും. അപ്പൊ അവിടെ ഇത് എഴുന്നേറ്റ് നിൽക്കുക എന്നുള്ളതിന്റെക്കാളും അപ്പുറത്ത് ഇവിടെ പല രൂപത്തിൽ മുസ്ലിങ്ങൾ അപരവൽക്കരിക്കപ്പെടും. അത് ആ അതറിങ് നടക്കുന്നില്ലെങ്കിൽ കുഴപ്പമില്ല എന്ന് ബഹുമാനപ്പെട്ട സുഹൃത്ത് രാഹുൽ ഈശ്വർ പറയുമ്പോഴും ആ അപരവൽക്കരണം എന്നൊരു ഇന്റൻഷൻ ഇതിന്റെ ബാക്കിലുണ്ടോ ഒന്ന് സംശയിക്കണം, നമ്മൾ പരിശോധിക്കണം. രണ്ടാമത്തത്, ഇത് അവിടെ അപരവൽക്കരിക്കപ്പെടും. ഇവിടെ ഈ 2014 ശേഷം ഈ നമ്മുടെ രാജ്യത്ത് എന്തൊക്കെ നിയമങ്ങൾ കൊണ്ടുവന്നു, വളരെ സ്ട്രെയിഞ്ച് ആയിട്ടുള്ള എന്തൊക്കെ നിയമങ്ങൾ. ഇപ്പൊ SIR ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഈ SIR ആരാണ് പുറന്തള്ളുന്നത്? NRC നമ്മൾ കണ്ടു. ഈ NRCയിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ടവർ ആകാത്തതിന് അല്ല മഞ്ജുസ്, അതിലാകാത്തതിന് വേറെ കാരണങ്ങളുണ്ട്. ഇപ്പൊ ആസാമിലും മറ്റൊക്കെ നടപ്പിലാക്കിയപ്പോ എന്തുകൊണ്ട് കുറെ ഹിന്ദുക്കൾ പുറത്തായി എന്നുള്ളത് അത് അവിടുത്തെ വേറെ കുറെ കേരളത്തിൽ ഇവിടെ കോൺഗ്രസ് പാർട്ടി അതിനെ വലിയ രീതിയിൽ എതിർത്തില്ല. അതിന് കാരണം എന്താണെന്നുള്ള കാര്യം അറിയാമല്ലോ, എന്തുകൊണ്ടാണ് ഉണ്ടായത്. അപ്പോൾ അതൊരു പൊതുസ്വഭാവമായിട്ട് പറയരുത്. നമുക്ക് വേറെ ചർച്ചയ്ക്ക് എടുക്കാം. ഞാൻ പറഞ്ഞ ഇങ്ങനെ കുറെ സ്ട്രെയിഞ്ച് ആയ നിയമങ്ങൾ വരുമ്പോ ഇതിന്റെ പിന്നിലുള്ള അതിൽ സ്ട്രെയിഞ്ച് ഇല്ല ശ്രീ മുഹമ്മദ് അബീർ. സ്ട്രെയിഞ്ച് ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മളത് വേറെ അങ്ങനെയാണെങ്കിൽ അത് പൊതുസ്വഭാവമായിട്ട് വരേണ്ടതായിരുന്നു. കേരളത്തിൽ എന്തുകൊണ്ട് കോൺഗ്രസ് പാർട്ടി എതിർത്തില്ല? കാരണം CPM ചേർത്ത കള്ള വോട്ടുകൾ അവിടെ നിന്ന് മാറ്റപ്പെടുകയാണ് ഉണ്ടായത്. അതുകൊണ്ടാണ്. ഇതൊന്ന് കംപ്ലീറ്റ് ചെയ്തോട്ടെ. അപ്പൊ ഇത് ഒരു എഴുന്നേറ്റ് നിൽക്കലിന്റെ പ്രശ്നമല്ല. ഒരു വിശ്വാസികളെ സംബന്ധിച്ച് അവര് വിശ്വസിക്കാത്ത മറ്റ് മതവിശ്വാസികൾ ആദരിക്കുന്ന ദൈവത്തെ വിളിക്കാനുള്ള ഒരു പ്രയാസം സ്വാഭാവികമായിട്ട് ആർക്കായാലും ഉണ്ടാവും. ആ പ്രയാസം മുസ്ലിങ്ങൾക്കുണ്ട്, ക്രിസ്ത്യാനികൾക്കുണ്ട്, സിഖുകാർക്കുണ്ട്, ബുദ്ധമത, ജൈനമത എല്ലാവർക്കും ഉണ്ടാവും. അപ്പൊ അതിന് നമ്മൾ അവരെ നിർബന്ധിക്കരുത്. ഇനി ഇതിലുള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോ ഒരുമിച്ച് കൂടി ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലത്ത് എല്ലാവരും എഴുന്നേറ്റ് നിന്നിട്ട് വന്ദേമാതരം പാടുന്നു. അവിടെ ഒരു മുസ്ലിം പ്രതിനിധി ഉണ്ടെന്ന് വിചാരിക്കുക, അത് ആരും ആയിക്കോട്ടെ. അപ്പൊ ആ സദസ്സില് അദ്ദേഹം ചിലപ്പോ ഇത് ചെല്ലാതിരുന്നാൽ, എഴുന്നേറ്റ് നിന്നു എന്നൊക്കെ തന്നെ വിചാരിക്കുക, ചിലപ്പോ അദ്ദേഹത്തെ ഇയാൾ തീവ്രവാദി ആയതുകൊണ്ട് അല്ലെങ്കിൽ ഇന്ന ആളായതുകൊണ്ട് അവിടെ ഒരു ലേബലിംഗ്, ദേശസ്നേഹമില്ലാത്തയാൾ എന്നുള്ള അടിച്ചേൽപ്പിക്കൽ വരും. അതുകൊണ്ട് തന്നെ അമീർ ഒരു കാര്യം ചോദിച്ചോട്ടെ. അപ്പോൾ അമീർ ഒരു കാര്യം, എളുപ്പ വഴിയായി ഇത് മറിഞ്ഞു മാത്രം. ശരി അമീർ ഒരു കാര്യം അങ്ങനെ വരുമ്പോൾ ഈ അഞ്ചാമത്തെ ഖണ്ഡിക, ശരി അമീർ ഒരു കാര്യം, അല്ലല്ല ഇവിടെ രണ്ടുപേർ ഇത് നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞതുകൊണ്ടാണ്. അങ്ങനെയാണെങ്കിൽ അഞ്ചാമത്തെ ഖണ്ഡികയിൽ വരുന്ന 10 കൈകളിൽ ആയുധമേന്തിയ ദുർഗയും താമരപ്പൂവിൽ വസിക്കുന്ന ലക്ഷ്മിയും വിദ്യ നൽകുന്ന സരസ്വതിയും, ഈ ഭാഗം നിങ്ങൾക്ക് പറ്റില്ല. അത് ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു നിയമനിർമ്മാണത്തെ നിങ്ങൾ ഒരിക്കലും അംഗീകരിക്കില്ല എന്ന് തന്നെയല്ലേ? അത് ഞങ്ങൾക്ക് നല്ല ഒരു മതവിശ്വാസിക്ക് അത് ചെല്ലാൻ കഴിയില്ല, അത് ആലപിക്കാൻ കഴിയില്ല. അപ്പൊ അവിടെ ഒരു അതറിങ് നടത്താൻ എളുപ്പമാണ്. അതറിങ്ങിനുള്ള സാധ്യതകൾ അവിടെ അപരവൽക്കരണം നടക്കുമെന്നാണ്. ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് വന്ദേമാതരം മുഴുവൻ ഭാഗവും ആലപിക്കാൻ പറയുന്നത്. അത് നിർബന്ധിക്കൽ അല്ലെങ്കിൽ കൂടി അത് ഇവർ സംശയിക്കുന്നുണ്ട് അവിടെ അപരവൽക്കരണം നടക്കുന്നുവെന്ന്. മുഹമ്മദ് അമീർ അതാണ് പറഞ്ഞത്. ശ്രീ പണിക്കർ. അല്ല, എതിർക്കുന്ന ആൾക്കാർക്ക് എന്ത് ന്യായം പറഞ്ഞു വേണമെങ്കിലും അതിനെ എതിർക്കാം. അപ്പോൾ അതിൽ മിണ്ടാതിരുന്നത്, അതായത് ഇത് പാടാൻ ആരെയും നിർബന്ധിക്കില്ല എന്ന് പറഞ്ഞപ്പോൾ ഉടനെ ശ്രീ മുഹമ്മദ് അബീറിന്റെ അടുത്ത കാർഡ് കണ്ടില്ലേ, പാടിയില്ല എങ്കിൽ മറ്റുള്ള ആൾക്കാർ പാടുന്ന സമയത്ത് ഇവരെ അപരവൽക്കരിക്കുമെന്ന്. അപ്പോൾ ഈ രീതിയിലത്തേക്കുള്ള ന്യായമൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാം. അത് അവിടെ ഇരിക്കട്ടെ, അതല്ല അതിലെ കാര്യമായിട്ടുള്ള പ്രശ്നം. അപ്പം ഞാൻ ചോദിക്കട്ടെ,
നമ്മൾ ജനഗണമന, അത് പാട്രിയോട്ടിക് ആണെന്ന കാര്യത്തിൽ ആർക്ക് തർക്കമൊന്നുമില്ലല്ലോ. ജനഗണമന പാടുന്ന സമയത്ത്, അത് പബ്ലിക്കായിട്ട് പാടുന്ന സമയത്ത് എല്ലാവരും പാടുന്നുണ്ടോ? പാടാത്ത എത്രയോ ആൾക്കാരുണ്ട് അല്ലേ? ഇപ്പൊ നമ്മൾ കായിക മത്സരങ്ങളിൽ കാണുന്ന സമയത്ത് ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ ആൾക്കാർ നിൽക്കുന്ന ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റിൽ ജനഗണമന ഈ കളിയുടെ തൊട്ട് മുമ്പ് പാടുന്നു. എല്ലാവരും ഒന്നും പാടുന്നില്ല, ചില ആൾക്കാർ മിണ്ടാതെ നിൽക്കുകയാണ്, ചില ആൾക്കാർ പാടുന്നുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ താല്പര്യമാണ്. ഈ പാടുന്നില്ല എന്ന് കരുതി അത് ഇൻസൾട്ട് ആണ് എന്ന് പറയുന്നില്ല. അങ്ങനെ ആയിരുന്നെങ്കിൽ ശ്രീ അമീർ പാടാതിരിക്കുന്നത് ഇൻസൾട്ട് ആണ്, വെറുതെ ചുണ്ടനക്കെങ്കിലും വേണം എന്നൊക്കെ പറയണമായിരുന്നു. അങ്ങനെയൊന്നും പറയുന്നില്ല. അല്ല, അവിടെ മറ്റൊരു കാര്യമുണ്ട്. ഇപ്പോൾ അല്ല, എഴുന്നേറ്റ് നിൽക്കാതിരിക്കൽ അത് അവഹേളനമായിട്ട് കണക്കാക്കുമല്ലോ. അപ്പോൾ വന്ദേമാതരത്തിന്റെ കാര്യത്തിലും അത് വരും. ഡിസ്റെസ്പെക്ട് ആയിട്ടാണ് കരുതുക. അത് വന്ദേമാതരത്തിന്റെ കാര്യത്തിലും വരും. വന്ദേമാതരത്തിന്റെ തീർച്ചയായിട്ടും അല്ല, യഹോവ സാക്ഷികളുടെ കാര്യത്തിൽ എന്തായിരുന്നു സുപ്രീം കോടതി പറഞ്ഞത്? യഹോവ സാക്ഷികളുടെ കാര്യത്തിൽ പറഞ്ഞ എന്താണ്? നിങ്ങൾ പാടണമെന്ന് നിർബന്ധമില്ല, പക്ഷേ നിങ്ങൾ എണീറ്റ് അവിടെ നിൽക്കുക, റെസ്പെക്ട് കാണിക്കുക എന്നാണ്. എന്ന് വെച്ചാൽ നിന്ദിക്കാതിരിക്കുക എന്നുള്ളതാണ്. അതാണ് നമ്മുടെ നേരത്തെ അല്ലല്ല ഒരു സെക്കൻഡ് ഞാൻ പറയാം. അല്ല, അത് ചെയ്താൽ മതി എന്നല്ലേ പറഞ്ഞേ? അത് ചെയ്താൽ മതിയെന്നാണ് കോടതി പറഞ്ഞത്, അല്ലാതെ ചെയ്യേണ്ടെന്നല്ല. പരാതി കൊടുത്തവരല്ലേ? നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാകുന്നതാണോ? ഈ വന്ദേമാതരം മുഴുവനായിട്ട് ആലപിക്കുന്ന ചടങ്ങുകളിൽ എഴുന്നേറ്റ് നിൽക്കുവാനും ബുദ്ധിമുട്ടാണ് എന്നല്ലേ മുഹമ്മദ് അമീർ? അമീർ നോക്കൂ, കോടതി പറഞ്ഞിരിക്കുന്നത് അവർ എഴുന്നേറ്റ് നിന്നാൽ അത് മതി എന്നാണ്, അല്ലാതെ അവർ എഴുന്നേറ്റ് നിന്നില്ലല്ലോ എന്നോ അവർ എഴുന്നേറ്റ് നിന്നല്ലോ എന്നൊന്നും അല്ല കോടതി പറയുന്നത്. അതായത് എന്താണ് ഡിസ്റെസ്പെക്ട്? ഡിസ്റെസ്പെക്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാസീവ് സിംഗിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ കസേരയിൽ ഇരിക്കുകയാണെങ്കിൽ അത് ഡിസ്റെസ്പെക്ട് ആണ്. പക്ഷേ മാസ് സിംഗിങ് നടക്കുന്ന സമയത്ത് നിങ്ങൾ അതിനോടൊപ്പം പാടിയില്ല എന്ന് കരുതി അത് ഡിസ്റെസ്പെക്ട് ആയിട്ട് ഒരു കൾച്ചറിലും പറയുന്നില്ല. നിങ്ങൾ എന്തിനാണ് എഴുതാപ്പുറം വായിക്കുന്നത്? ഇതിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം താങ്കൾ പറഞ്ഞിരിക്കുന്നതല്ല, ഇതൊരു മതേതര വിഷയമാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് താങ്കൾ മറ്റു മതവിഭാഗങ്ങളെ ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ ചരിത്രപരമായി നമ്മുടെ മുന്നിലുള്ള വസ്തുത ഇതൊരു മതപ്രശ്നം മാത്രമാണ് എന്നാണ്. അത് മതപ്രശ്നം എന്ന രീതിയിലത്തേക്ക് മുസ്ലിം മതവിഭാഗത്തിലുള്ള ആൾക്കാർ എല്ലാവരും പോലും ഉന്നയിച്ചിട്ടില്ല. അത് ഉന്നയിച്ചിരിക്കുന്നത് പോലും അതിലെ ഒരു സബ്സെക്ട് എന്ന് പറയാവുന്ന മുസ്ലിം ലീഗ് എന്ന് പറയുന്നത്, അതായത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് അല്ല, ഓൾ ഇന്ത്യ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന പഴയ ജിന്നയുടെ മുസ്ലിം ലീഗ് മാത്രമാണ്. ചരിത്രം നമ്മൾ നോക്കിയാൽ ഈ പാർട്ടിനോട് എതിർപ്പുണ്ടായിരുന്ന, ഇതിനെ ഇഷ്ടമല്ലാതിരുന്ന രണ്ടാൾക്കാരേ ഉള്ളൂ. ഒന്ന് ബ്രിട്ടീഷുകാര്, ഒന്ന് ഈ പറയുന്ന മുസ്ലിം ലീഗുകാര്. അതല്ലാതെ മുസ്ലിങ്ങൾക്കില്ല. ഇപ്പൊ താങ്കൾക്ക് അറിയുമെന്ന് എനിക്കറിയില്ല, MA അൻസാരി കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദേശീയ നേതാവായിരുന്നയാളാണ്, എഡ്യൂക്കേഷനിസ്റ്റ് ആയിരുന്നയാളാണ്. 1927 നമ്മുടെ മദ്രാസിലെ കോൺഗ്രസിന്റെ സെഷനിൽ അധ്യക്ഷനായിരുന്ന ആളാണ് മുക്താർ അഹമ്മദ് അൻസാരി. അദ്ദേഹം വന്ദേമാതരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള വേർഷനെ സപ്പോർട്ട് ചെയ്തിരുന്ന ആളാണ്. അതേപോലെ ഫ്രീഡം ഫൈറ്റർ ആയിരുന്ന ഹക്കീം അജ്മൽ ഖാൻ കോൺഗ്രസിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മുസ്ലിം വോയിസ് ആയിരുന്ന ആളാണ്. അദ്ദേഹം എന്തായിരുന്നു, ഈ പാർട്ടിനെ അംഗീകരിച്ചിരുന്ന ആളാണ്. ഇനി പോട്ടെ, നമ്മുടെ നാട്ടിലെ ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് പ്രഡോമിനറ്റ്ലി ഒരു മുസ്ലിം കോസ് അതിനകത്തിൽ ഉണ്ടായിരുന്നു എന്നറിയാമല്ലോ. ഖിലാഫത്ത് പ്രസ്ഥാനം നടക്കുന്ന സമയത്ത് ഇന്ത്യയിൽ എല്ലാ സ്ഥലങ്ങളിലും അതിൽ പങ്കെടുക്കുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ച് പാടിയിരുന്ന ഒരു പാട്ടെന്ന് പറയുന്നത് വന്ദേമാതരമാണ്, പൂർണ്ണമായിട്ട് പാടിയത്. ഞാൻ ചോദിക്കുന്നത്, ഇതൊരു മതപ്രശ്നമാണ് എങ്കിൽ, മുസ്ലിം ലീഗിന് അതൊരു ബുദ്ധിമുട്ടായി തോന്നിയിരുന്നുവെങ്കിൽ 40 വർഷം എന്തുകൊണ്ട് അത് എതിർപ്പില്ലാതെ പാടി എന്നതിന് ഉത്തരം വേണ്ടേ? അപ്പൊ എന്തുകൊണ്ട് ഈ 40 വർഷം ഇത് പാടിയിരിക്കുന്ന ഒരൊറ്റ മുസ്ലിമിനും ഇത് പ്രശ്നമായി തോന്നിയില്ല? ഈ വരികളുടെ അർത്ഥം അന്നത്തെ മുസ്ലിങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല എന്ന് നമ്മൾ കരുതേണ്ടുന്ന കാര്യമില്ല. 40 വർഷം എന്തുകൊണ്ട് ആരും എതിർത്തില്ല എന്നുള്ളതാണ് എന്റെ ചോദ്യം. പ്രസക്തമായ ചോദ്യമാണ് ഇതിലെ. പിന്നെ അന്ന് സംഭവിച്ചപ്പോ ഇവരൊക്കെ പറഞ്ഞല്ലോ, ഒരു സമവായം നടന്നു, കോൺഗ്രസുമായി ബന്ധപ്പെട്ടൊരു സമവായം നടന്നു. അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലെങ്കിൽ നമ്മളൊരു അക്കോമഡേഷൻ, ഇപ്പൊ നേരത്തെ പറഞ്ഞ ഒരു അക്കോമഡേഷൻ ആണ്. എല്ലാവരും ഉൾക്കൊള്ളും, ഒരു ഇൻക്ലൂസിവിറ്റി അവിടെ നടക്കുകയാണ്. ആ ഇൻക്ലൂസിവിറ്റി തുടർന്നുകൊണ്ടാണ്. അതിന്റെ മുമ്പ് എന്തുകൊണ്ട് ഉണ്ടായില്ല എന്ന് ചോദിച്ചാൽ ഓക്കെ, അത് ആ സന്ദർഭത്തിൽ ഓക്കെ കണ്ടു, ആരെങ്കിലും അത് റേസ് ചെയ്തു. ഇനിയിപ്പോ ജിന്നയാണെങ്കിൽ ജിന്ന റേസ് ചെയ്തു, മുസ്ലിം ലീഗ് ആണെങ്കിൽ മുസ്ലിം ലീഗ് റേസ് ചെയ്തു, അവർക്കുള്ള പ്രയാസം റേസ് ചെയ്തു. ഓക്കെ, ആ റേസ് ചെയ്ത സമയത്ത് ഇവരെന്താണ് ചെയ്തത്? അത് തിരിച്ച് നിർബന്ധിക്കുകയല്ല ചെയ്തത്. അത് പിന്നെ ചെല്ലാതിരിക്കുന്ന ഇൻസൾട്ടിങ് ആണെന്നല്ല പറഞ്ഞത്. അവർ പറഞ്ഞത് ഓക്കെ, നിങ്ങൾക്ക് അത് പ്രയാസമാണെങ്കിൽ ഇത്ര ചെല്ലിയാൽ മതി. നമ്മൾ ആ ഒരു അക്കോമഡേഷൻ അതെന്തുകൊണ്ട് ഇപ്പൊ നടക്കുന്നില്ല? എന്തുകൊണ്ട് ഇപ്പൊ അക്കോമഡേഷൻ നടന്നുകൂടാ? ഇപ്പൊ നമുക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ഉണ്ട്, പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ് ഉണ്ട്. ഈ ഫണ്ടമെന്റൽ റൈറ്റ് പ്രകാരം ഒരു ഇൻക്ലൂസിവിറ്റി, ഇന്ത്യയിലെ മുഴുവൻ മതവിശ്വാസികളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഇൻക്ലൂസീവായ ഒരു അക്കോമഡേഷൻ എന്തുകൊണ്ട് ഇപ്പൊ നടത്താൻ കഴിയുന്നില്ല? എന്തിനാണ് ഈ വാശി പിടിക്കുന്നത്? ശരി, ശ്രീ MS വേണുഗോപാൽ, അതിന് രാഷ്ട്രീയ ലക്ഷ്യം എന്ന് തന്നെ പറയേണ്ടി വരും. രാഷ്ട്രീയ അജണ്ട കൂടി അതിന്റെ പിന്നിലുണ്ട്. ഉണ്ടാകേണ്ടുന്ന ചോദ്യം 40 വർഷം എന്തുകൊണ്ട് അതിന് എതിർപ്പുണ്ടായിരുന്നില്ല? പക്ഷെ അന്ന് എതിർപ്പ് ഉന്നയിച്ച സമയത്ത് അത് ഉൾക്കൊള്ളുവാനുള്ള മനസ്സ് കാണിച്ചു, ഇപ്പോൾ ഇല്ല എന്നാണ് മുഹമ്മദ് അമീർ പറയുന്നത്. ശ്രീ MS വേണുഗോപാൽ, രാഷ്ട്രീയ കാരണം ഞാൻ പറഞ്ഞു, രാഷ്ട്രീയ കാരണമാണ്. രാഷ്ട്രീയ കാരണം മാറ്റി നിർത്തിക്കൊണ്ട് അതിനെ സമീപിക്കാനായിട്ട് കഴിയില്ല.
എന്തുകൊണ്ടാണ് അതിനെ കോൺഗ്രസ് തീരുമാനിച്ചത് എന്ന് വെച്ചാൽ ലീഗിനെ ഒപ്പം കൊണ്ടുപോവുക എന്നുള്ള ബ്രോഡായിട്ടുള്ള ഒരു കോൺഗ്രസ് രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അപ്പോൾ ഇപ്പോഴും അജണ്ട ഇല്ലേ ശ്രീ എം എസ് വേണുഗോപാൽ? ഇപ്പോഴും അജണ്ട ഇല്ലേ എം എസ് വേണുഗോപാൽ തിരികെ കൊണ്ടുവരുന്നതിലും? ഞാൻ വരാം, രണ്ടുപേരിലേക്ക് വരാം. ശ്രീ എം എസ് വേണുഗോപാലിലേക്ക് ഞാൻ വരാം. അമീർ വരാം. അമീർ ഒരു സെക്കൻഡ്. അമീർ താങ്കളിലേക്ക് വരാം. ശ്രീ എം എസ് വേണുഗോപാൽ. അമീർ, താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, ഈ വന്ദേ മാതരം എന്ന ഗാനം ആരും നിർബന്ധിച്ച് പാടിച്ചതല്ല. അത് ബംഗാൾ വിഭജനത്തിൻ്റെ ഭാഗമായി, അതായത് ബംഗാളിലെ മുസ്ലിങ്ങളെ കിഴക്ക് ഭാഗത്തേക്കും ഹിന്ദുക്കളെ പടിഞ്ഞാറ് ഭാഗത്തേക്കും ബീഹാർ ഉൾപ്പെടെയുള്ള ഭാഗങ്ങളിലേക്ക് വേർതിരിച്ചപ്പോൾ അത് പാടില്ല എന്ന് പറഞ്ഞ് ഹിന്ദുവും മുസ്ലിമും ഒരുപോലെ ആരും പറയാതെ ചൊല്ലിയ സോങ്ങാണ് ഈ വന്ദേ മാതരം. അല്ലാതെ അത് അവിടെ ആരെങ്കിലും ഇഞ്ചക്ട് ചെയ്ത് കയറ്റിയതല്ല, അവർ സ്വയം കണ്ടെത്തി പാടിയതാണ്. പക്ഷെ അത് ആവേശകരമായി വന്നു എന്നുള്ളതാണ്. ഇപ്പോൾ അതിന് പിന്നിലെ രാഷ്ട്രീയ അജണ്ട ഇവർ സംശയിക്കുന്നു എന്നുള്ളത്. ആ രാഷ്ട്രീയ അജണ്ട എന്ന് പറയുന്നത് ബ്രിട്ടീഷുകാരന് ആദ്യം എടുത്ത രാഷ്ട്രീയ അജണ്ടയാണ്. 95-ൽ ഇപ്പോൾ BJP സർക്കാരിന്റെ രാഷ്ട്രീയ അജണ്ട അല്ല, ആ അജണ്ട ആ രാഷ്ട്രീയ അജണ്ട അല്ല അതിലെന്ന് പറയാനാണ് ഞാൻ ഇത് പറയുന്നത്. അതായത് 1905-ൽ ബംഗാളിനെ വിഭജിച്ചത് ഈ സോങ്ങിൻ്റെ കൂടെ ബലത്തിലാണ്. അവിടെ സ്വദേശി മൂവ്മെൻറ്റും ബംഗാളിനെ യൂണിഫിക്കേഷനും വേണ്ടി ബഹളം നടന്നത്. അത് ഹിന്ദുവും മുസ്ലിമും ഒന്നിച്ചാണ് നടത്തിയത്. അങ്ങനെ 1911-ൽ ഇത് യോജിപ്പിച്ചപ്പോഴാണ് ബ്രിട്ടീഷുകാർക്ക് മനസ്സിലായത് ഈ സോങ് വളരെ അപകടമാണ്, ഈ പാട്ട് പാടിക്കൊണ്ട് നടക്കാൻ പാടില്ല. അവരത് ബാൻ ചെയ്തു. അതിനുശേഷം 37-ൽ ഒരു കാര്യം പറഞ്ഞോട്ടെ, 37-ൽ വീണ്ടും ഇത് സെൻസർ ചെയ്യപ്പെട്ടു. ആദ്യം ബ്രിട്ടീഷുകാർ ബാൻ ചെയ്തു, പിന്നെ നമ്മുടെ കോൺഗ്രസ് തന്നെ ഇത് സെൻസർ ചെയ്യപ്പെട്ടു. സെൻസർ ചെയ്യാൻ വെച്ചാൽ ആദ്യത്തെ 2 സ്റ്റാൻസ് മതി, ബാക്കി വേണ്ടാന്ന്. അത് പിന്നീട് അത് വരാൻ കാര്യം എന്താണ്? ബ്രിട്ടീഷുകാർ ഡിവൈഡ് ആൻഡ് റൂൾ എന്നുള്ള പോളിസിയിൽ ഈ വന്ദേ മാതരം വന്നതുകൊണ്ടാണ്. അതിപ്പോൾ ഇന്ത്യയിൽ തുടർന്നു വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അത് വീണ്ടും 150-ാം വാർഷികം ആഘോഷിക്കുന്ന, വന്ദേ മാതരത്തിൻ്റെ 150-ാം വാർഷികം ആഘോഷിക്കുന്ന ഈ സന്ദർഭത്തിൽ ഇന്ത്യ ഗവൺമെൻറ്റിന് തോന്നി ഇന്ത്യയുടെ യൂണിറ്റിയുടെ ഏറ്റവും വലിയൊരു ഘടകമാണ് ഇത് എന്നുള്ളത്. ഒരു കാര്യം മനസ്സിലായി, 1905-ൽ 40,000 പേരാണ് കൽക്കട്ടയിലെ ടൗൺ ഹാളിൽ ഹിന്ദുവും മുസ്ലിമും. ഇപ്പോഴത്തെ രാഷ്ട്രീയ അജണ്ട എങ്ങനെയാണത് വരുന്നത്? ഞാൻ ചോദിക്കട്ടെ, ഇന്ത്യൻ ഭരണഘടന ഉണ്ടാക്കിയ അംബേദ്കർ മുതൽ KM മുൻഷി വരെയുള്ളവരിൽ പ്രധാനികളെല്ലാം പറഞ്ഞത് ഈ ഭരണഘടന എന്ന് പറയുന്നത് ഇന്ത്യയുടെ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമായി നമ്മുടെ സംസ്കാരം ഉൾക്കൊണ്ടുള്ള ഒരു സാധനമാണ്. KM മുൻഷി വളരെ വ്യക്തമായിട്ട് പറഞ്ഞത് ഇത് ഇന്ത്യയുടെ ജാതകമെന്നാണ്. ജാതകം എന്ന് പറഞ്ഞാൽ ഇന്ത്യ ജനിച്ച അന്ന് മുതൽ ഇന്ത്യ എന്നുവരെ ഉണ്ടോ അതുവരെയുള്ള ഒരു സംക്ഷിപ്തമാണ് ഈ ഭരണഘടന എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമ്മൾ ഒരുപാട് ഇന്ത്യയുടെ ആചാരങ്ങളുണ്ട്. ഇപ്പോൾ നിങ്ങൾ പറയുന്നു ദുർഗ എന്ന് പറയുന്നത് 10 കൈകളുള്ള ഒരു ശക്തി എന്നുള്ളതേ അതിൻ്റെ അർത്ഥമുള്ളൂ. അതുപോലെ തന്നെ ലക്ഷ്മി എന്ന് പറയുന്നത് ധനം എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. സരസ്വതി എന്ന് പറഞ്ഞാൽ ബുദ്ധി എന്നുള്ളത് മാത്രമേ അർത്ഥമുള്ളൂ. ഇതിനകത്ത് അല്ലാതെ അങ്ങനെ നോക്കിയാൽ 33 കോടി ദൈവങ്ങളുണ്ട് ഇന്ത്യയിൽ. മരവും കല്ലും നദിയും എല്ലാം. ഇപ്പം നമ്മൾ മൂക്കിൽ കൂടെ ശ്വാസം എടുക്കുന്നില്ലേ, വായുദേവൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് മൂക്ക് കുത്തിക്കൊണ്ടേ നടക്കാൻ പറ്റുള്ളൂ. ഈ ഇതിൽ പിന്നെ ഞാൻ ഹിന്ദു മതത്തിൽ വിശ്വസിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ. അല്ല, ഒരു കാര്യം, ചരിത്രവും നമ്മുടെ സംസ്കാരവും എല്ലാം ഇഴുകിച്ചേർന്നുകൊണ്ട് നമ്മൾ എല്ലാത്തിനെയും അഡ്ജസ്റ്റ് ചെയ്യുന്ന ഒരു രീതിയിൽ രാഹുൽ ഈശ്വർ മുഹമ്മദ് അമീർ പറഞ്ഞ ഒരു കാര്യം, ഒരു പ്രധാനപ്പെട്ട കാര്യം, അന്ന് ഇങ്ങനെ ഒരു ആശങ്ക ഉന്നയിച്ചപ്പോൾ അത് സ്വീകരിക്കാൻ തയ്യാറായി. പക്ഷെ ഇപ്പോൾ സ്വാതന്ത്ര്യ സമരത്തിന്റെ കാലഘട്ടമാണ്. ഗാന്ധിജിയുടെ നെഹ്റുവിന്റെ എല്ലാം പ്രധാന ലീഗിനെ ഒപ്പം കൂട്ടണം എന്നുള്ള രാഷ്ട്രീയ അജണ്ട. ഇപ്പൊ നമുക്ക് സ്വാതന്ത്ര്യം കിട്ടി, ഇനി നമ്മൾ ഡിവൈഡ് ചെയ്യേണ്ട കാര്യമില്ല. ശ്രീ മുഹമ്മദ് അമീർ പറഞ്ഞത് വളരെ വാലിഡ് പോയിന്റ് ആണ്. പറയുന്നത് ഗാന്ധി ആണെങ്കിൽ ഇന്നും മുസ്ലിങ്ങൾ കേൾക്കുമായിരുന്നു. പറയുന്നത് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു ആണെങ്കിൽ ഇന്നും മുസ്ലിങ്ങൾ കേൾക്കുമായിരുന്നു. പറയുന്നത് മഹാത്മാഗാന്ധിയുടെ സ്റ്റാൻഡിൽ നിന്ന് അവരുടെയും താല്പര്യങ്ങൾ സംരക്ഷിക്കുമെന്ന് ഒരു രാഷ്ട്രപിതാവ് പോരാടാൻ വേണ്ടി പറയുകയാണെങ്കിൽ കേൾക്കുമായിരുന്നു. ഗാന്ധിജി പറഞ്ഞത് അന്നത്തെ മുസ്ലിമും കേട്ടില്ല സുഹൃത്തെ. അന്ന് അതുകൊണ്ടാണ് ഇന്ത്യ പാകിസ്ഥാൻ 2ആയി പോയത്. ഗാന്ധിജി പറഞ്ഞതും നെഹ്റു പറഞ്ഞതും സുഭാഷ് ചന്ദ്രബോസ് പറഞ്ഞതും അന്നും കേട്ടിട്ടില്ല, ഇന്നും കേൾക്കില്ല. അതുകൊണ്ടല്ല ഇന്ത്യ പാകിസ്ഥാൻ 2ആയി പോയത്. ഇന്ത്യ ഡിവൈഡ് ചെയ്യില്ലല്ലോ. താങ്കൾ പറയുന്നത് ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും പറയുന്നു, അതുകൊണ്ട് കേൾക്കില്ല എന്നുള്ളതല്ലേ? മഞ്ജുഷ്, ഞാൻ മറുപടി പറയട്ടെ മഞ്ജുഷ്. അതുകൊണ്ടല്ല ഇന്ത്യ വിഭജിച്ചു
പോയത്. ഒരു വശത്ത് ഇസ്ലാമിസ്റ്റ് തീവ്രവാദികളും മറുവശത്ത് ഹിന്ദുത്വ തീവ്രവാദികളും ഈ നാടിനെ നശിപ്പിക്കാൻ വേണ്ടി കച്ചുകെട്ടി ഇറങ്ങിയോണ്ടാണ് ഇന്ത്യക്ക് വിഭജനം ഉണ്ടാകേണ്ടി വന്നത്. ഒരു വശത്തെ മാത്രമൊന്നും അല്ലാതെ അന്നത്തെ ഗാന്ധി മഹാനും ഇന്നത്തെ ശ്രീ രാഹുൽ ഈശ്വർ ഇന്നത്തെ കാര്യത്തിലേക്ക് വരൂ. ഇന്നുകൊണ്ട് അല്ല, ഇന്ന് എന്തുകൊണ്ട് മുസ്ലിം ജനവിഭാഗം ഇത് വിശ്വസിക്കുന്നില്ല? ബാക്കി എല്ലാവരും പറഞ്ഞു. മഞ്ജുഷ അവസരം കൊടുത്തല്ലോ. ഇന്ന് എന്തുകൊണ്ട് വിശ്വസിക്കുന്നില്ല എന്നാണ് ഞാൻ ചോദിച്ചത്. മറുപടി കേക്ക്. ബാക്കി എല്ലാവരും പറഞ്ഞത് കേട്ടല്ലോ. ഒരു വശത്ത് ചില ആൾക്കാർ പണ്ട് നേപ്പാൾ രാജാവിന്റെ താഴെ ഹിന്ദു രാജാക്കന്മാർ ഒന്നിച്ച് നേപ്പാൾ രാജാവിന്റെ താഴെ ഹിന്ദു രാജാക്കന്മാർ ഒന്നിക്കണമെന്ന് പറഞ്ഞ ആൾക്കാരുണ്ട്. അപ്പൊ ഒരു ഭാഗത്തെ മുസ്ലിങ്ങളെ മാത്രം വളഞ്ഞിട്ട് ആക്രമിക്കുന്നതിന് യാതൊരു നന്മയില്ല. ഇസ്ലാമിസ്റ്റ് തീവ്രത ഉണ്ടായിരുന്നു, ഒരു സംശയവുമില്ല. ഒരു കാലത്ത് മഹാത്മാഗാന്ധിയേക്കാൾ സെക്കുലർ ആയിരുന്ന സോകോൾഡ് പുരോഗമനവാദിയായ മുസ്ലിമായ ജിന്ന മറുഭാഗത്തേക്ക് തെറ്റിപ്പോയി. സാരേ ജഹാൻ സെ അച്ഛ എഴുതിയ അലാമ മുഹമ്മദ് ഇക്ബാൽ പിന്നീട് പാകിസ്ഥാന്റെ സ്പിരിച്വൽ ഫാദർ ആയി പോയി. ഇതില് നമ്മുടെ ഈ തീവ്ര ഹിന്ദുത്വ സവർണ ആൾക്കാർക്ക് ഉത്തരവാദിത്വം ഉണ്ടെന്ന കാര്യം ഒന്നും മറക്കരുത്. ഈ ഏകപക്ഷീയമായ മുസ്ലിങ്ങൾ മാത്രം ഇന്ത്യ രാജ്യത്തെ വിഭജിക്കാൻ ഇങ്ങനെ കച്ചകെട്ടി ഇറങ്ങിയെന്നൊന്നും പറയരുത്. ചരിത്രത്തെ അറിയുന്നവരൊന്നും വിശ്വസിക്കില്ല. നേരെ തിരിച്ച് മുസ്ലിങ്ങളുടെ കൺസേൺസ് നമ്മൾ വിശ്വാസത്തിൽ എടുക്കുമെന്ന് പറഞ്ഞാൽ അവർ നമ്മളോട് നിൽക്കും. നേരത്തെ ചോദിച്ച ഒരു ചോദ്യം വളരെ പ്രസക്തമാണ്. 40 വർഷത്തോളം നമ്മൾ ഒരുമിച്ച് പാടി. ആ 40 വർഷത്തോളം പാടുന്നത് ആ കോൺഫിഡൻസ് ഒന്നും ഉണ്ടായിരുന്നു. ഹിന്ദു മുസ്ലിങ്ങളെ അത്രമാത്രം ഒരുമിച്ചുണ്ടായിരുന്നു. ആ കോൺഗ്രസിന്റെ അടക്കമുള്ള പാരമ്പര്യത്തിൽ വലിയൊരു മതസൗഹാർദ്ദ ബഹുസ്വര പാരമ്പര്യം ഉണ്ടായിരുന്നു. മഹാത്മാഗാന്ധിയുള്ള അടക്കമുള്ള ആൾക്കാർ സ്വന്തം താല്പര്യങ്ങൾ ബലികഴിച്ചു പോലും നമ്മുടെ ന്യൂനപക്ഷങ്ങളെ കൂടെ നിർത്തുമെന്ന വിശ്വാസം ഉണ്ടായിരുന്നു. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അല്ല, അങ്ങനെയാണെങ്കിൽ ഇതേ ആളുകൾക്കിടയിൽ എങ്ങനെ അവിശ്വാസം ഉണ്ടായി എന്ന കാര്യം കൂടി ഉണ്ടല്ലോ. അല്ലല്ല രാഹുലെ, അതേ ആളുകൾക്കിടയിൽ അവിശ്വാസം ഉണ്ടായി 1937. അല്ലല്ല രാഹുൽ പറയുന്ന അങ്ങനെ പറയുകയാണെങ്കിൽ അതേ ആളുകളിൽ തന്നെ അവിശ്വാസം ഉണ്ടായി. ഇപ്പോഴത്തെ ആളുകളിൽ മുസ്ലിം വിഭാഗം ജനവിഭാഗം വിശ്വാസം രേഖപ്പെടുത്തുന്നില്ല. മഞ്ജുഷ് ആ വരി കേട്ടിട്ട് പറയൂ. 1931-32 ഇന്ത്യക്ക് ഒരു കാവി പതാക മാത്രം മതി എന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിനും മൗലാന ആസാദും എഴുതി കൊടുത്തിട്ടുണ്ട്. അത് പറ്റില്ല, ഇന്ത്യക്ക് ത്രിവർണ്ണ പതാക വേണമെന്ന് നിർബന്ധം പിടിച്ച, എല്ലാ മതങ്ങളുടെയും റെപ്രസെന്റേഷൻ വേണമെന്ന് പിടിച്ച ഒരു മഹാത്മാഗാന്ധി നമുക്കുണ്ടായിരുന്നു. ആ ലെവൽ ഓഫ് കോൺഫിഡൻസ് നമ്മുടെ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ ഉണ്ടായിരുന്നു. ആ കോൺഫിഡൻസ് അവരെ ഇൻസ്പയർ ചെയ്യിക്കാൻ കഴിയണം എന്നുള്ളതാണ്. എനിക്ക് വന്ദേമാതരം പൂർണ്ണമായി കേൾക്കുന്ന സന്തോഷമാണ്. നേരത്തെ പലരും പറഞ്ഞതുപോലെ ദുർഗയെയും സരസ്വതിയെയും കാവ്യാത്മകമായിട്ടാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷെ നിയമപരിരക്ഷ നൽകുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല, അത്രയല്ലേ ഉള്ളൂ. അതിന് നിയമപരിരക്ഷ നൽകുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല. അല്ല, പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ട് ടു നാഷണൽ ഓണേഴ്സ് ആക്ടിന്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനെ താങ്കൾ അനുകൂലിക്കുന്നില്ല. അല്ല, അനുകൂലിക്കുന്നുണ്ട്. പക്ഷെ അത് മുസ്ലിങ്ങളെയും കൂടെ വിശ്വാസത്തിൽ എടുത്തിട്ട് വേണം. ഇന്ത്യയും പാകിസ്ഥാനും നിരന്തരമായി യുദ്ധം ഉണ്ടാവില്ല. അവരെ സൈക്കോളജിക്കലി ഫോഴ്സ് ചെയ്യുന്നതുകൊണ്ട് യാതൊരു അർത്ഥവുമില്ല. അവരെ സൈക്കോളജിക്കലി കൊയേഴ്സ് ചെയ്യാനും ഫോഴ്സ് ചെയ്യാനും അല്ല. ഒരു വിഭാഗത്തിന്റെ പേര് ഫോഴ്സ് ചെയ്യുന്നില്ല കേട്ടോ. അങ്ങനെ താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ്. അല്ല, താങ്കൾ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ശ്രീ രാഹുൽ ഈശ്വർ. അങ്ങനെ ഫോഴ്സ് ചെയ്യുന്നില്ല. അവർ പക്ഷെ സംശയിക്കുകയാണ്. അത് ശരിയാണ്, സംശയിക്കുകയാണ്. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ അവിടെ നിർബന്ധിതമായ ഒരു കാര്യമില്ലെന്ന്. അല്ല, താങ്കൾ നേരത്തെ പറഞ്ഞല്ലോ നിർബന്ധിക്കുന്നില്ല എന്ന്. ഇപ്പോൾ പറയുന്നത് നിർബന്ധിക്കുന്നുവെന്ന്. ഞാൻ നിർബന്ധിക്കുന്നു എന്ന് പറഞ്ഞോ? അല്ല, ഞാൻ പറഞ്ഞത് മുസ്ലിങ്ങളെ കോൺഫിഡൻസിൽ എടുക്കണം. ആ കോൺഫിഡൻസിൽ എടുക്കാൻ ഒരു പ്രോസസ് ഉണ്ട്. ഇപ്പൊ ഉദാഹരണം പറയാം. കേരള നിയമസഭയിൽ നടന്നൊരു ഉദാഹരണം പറയാം. കഴിഞ്ഞ തവണയടക്കം കുഞ്ഞാലിക്കുട്ടി സാറ് അള്ളാഹുവിന്റെ പേരിലല്ലേ സത്യപ്രതിജ്ഞ ചെയ്തത്. പക്ഷെ ഇത്തവണ വേറെ രീതിയിലുള്ള ആരോപണങ്ങൾ അടക്കം വരണ്ട എന്ന് പറഞ്ഞ് ദൈവനാമത്തിലാണ് സത്യപ്രതിജ്ഞ ചെയ്തത്. ഇതൊരു കോൺഫിഡൻസ് ബിൽഡിംഗ് ആണ്. അദ്ദേഹത്തിന് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കോൺഫിഡൻസ് വാലിഡ് ആണ്. അള്ളാഹു എന്നുള്ളത് ഈക്വലി വാലിഡ് ആണ്. എല്ലാ ദിവസവും രാവിലെ മുസ്ലിങ്ങളെ എണീച്ച് ചൊറിയുകയും ഇസ്ലാമോമിയോ പ്രചരിപ്പിക്കുകയും ചെയ്തിട്ട് നിങ്ങൾ വന്ദേമാതരം പാടിയില്ലെങ്കിൽ നിങ്ങൾ ദേശദ്രോഹികളാണെന്ന് പറഞ്ഞാൽ ശ്രീത്ത്, അതാണ് രാഹുലിന്റെ നിലപാട്. ഇപ്പോൾ കൃത്യമായിട്ട് പുറത്തു വന്നു. ഇത് നിർബന്ധമാക്കുന്നതിന് തുല്യമാണ് വന്ദേമാതരം. അത് മുഴുവൻ ഭാഗവും പാടുന്നത്, അല്ല മുഴുവൻ ഭാഗവും ആലപിക്കുന്നത് മുസ്ലിം വിശ്വാസത്തിലെടുക്കാതെ ഇത് നടത്തരുത് എന്നാണ് ശ്രീ പണിക്കർ. നോക്കൂ, ഇതിൽ വളരെ കൺവീനിയന്റ് ആയിട്ട് ഇത്തരത്തിലുള്ള പല ചർച്ചകളിൽ ഉപയോഗിക്കുന്ന വാക്കാണ് ഇസ്ലാമോഫോബിയ എന്ന്. സത്യത്തിൽ ഇവിടുത്തെ ഫോബിയ എന്തിനോടാണ്? വന്ദേമാതരോഫോബിയാണുള്ളത്, അല്ലാതെ ഇസ്ലാമോഫോബിയ അല്ല ഉള്ളത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് 40 വർഷം വിശ്വാസികളായിട്ടുള്ള മുസ്ലിങ്ങൾക്ക് ഇതിൽ രാഹുൽ പറഞ്ഞിരിക്കുന്ന വാക്ക് ഉപയോഗിച്ചാൽ വിശ്വാസം അതുണ്ടായിരുന്നു. ഇവിടുത്തെ മുസ്ലിങ്ങൾക്ക് ആ വിശ്വാസം ഉണ്ടായിരുന്നു. എന്നിട്ട് താങ്കൾ ഈ പറഞ്ഞിരിക്കുന്നത് പോലെ ഗാന്ധിയും നെഹ്റുവും പറഞ്ഞാൽ കേൾക്കുമെന്ന്. ഗാന്ധിയും നെഹ്റുവും ആസാദും നേതാജിയും ഉണ്ടായിട്ടും അവർ പറഞ്ഞിട്ടും ആ വിശ്വാസം പിന്നീട് മാറിയിട്ടുണ്ട്. അത് ആർക്കാണ്?
ആർക്കാണെന്ന് മാറിയത്? ആ വന്ദേ മാതരോ ഫോബിയ ഉണ്ടായത് അന്ന് ഏതെങ്കിലും ഹിന്ദു പോയി, വർഗീയ ഹിന്ദു അവിടെ പോയിട്ട് ഈ 40 കൊല്ലം പാടിയപ്പോൾ അതിനിടയിൽ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കിയത് കൊണ്ടാണോ ആ സമയത്ത് മുസ്ലിം ലീഗിന് ഒരു വെളിപാടുണ്ടായത്? അല്ല, അതിന് പറയുന്ന പേരാണ് വർഗീയത. അതാരാ കൊണ്ടുവന്നത്? മുസ്ലിങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, കാരണം അന്ന് കോൺഗ്രസിലുണ്ടായിരുന്ന മുസ്ലിങ്ങൾ ഇത് പാടുമായിരുന്നു. മുസ്ലിം ലീഗാണ് കൊണ്ടുവന്നത്. മുസ്ലിം ലീഗ് കൊണ്ടുവന്നത് എവിടെ കലാശിച്ചു? പാകിസ്ഥാനിൽ കലാശിച്ചു. അതുകൊണ്ട് ഈ 40 വർഷം എന്ന് പറഞ്ഞിരിക്കുന്നത് തന്നെയാണ് ഇവിടുത്തെ പ്രസക്തമായിട്ടുള്ള കാര്യം. ബ്രിട്ടീഷുകാർ ഇത് നിരോധനം കൊണ്ടുവന്നിരുന്നത് റിലീജിയസ് ലൈൻസിലാണോ? അല്ല, കൊളോണിയലിസത്തിനെതിരായിട്ടുള്ള വിപ്ലവാത്മക ചെറുത്തുനിൽപ്പിന്റെ പ്രതീകം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പാട്ടിനെ എതിർത്തത്. അതിൽ ഞാൻ ചോദിക്കട്ടെ മഞ്ജുഷ്, സുജലാം സുഫലാം മലയജ ശീതളാം എന്ന് പാടിക്കഴിഞ്ഞാൽ അത് വിപ്ലവമാകുന്നില്ല, അത് ചെറുത്തുനിൽപ്പാകുന്നില്ല, അത് ഭൂമിയുടെ വർണ്ണന മാത്രമേ ആകുന്നുള്ളൂ. ബാക്കിയുള്ള വരികൾ ഈ സപ്രസ് ചെയ്യപ്പെട്ടിരിക്കുന്ന 4 സ്റ്റാൻസകളിലാണ് ഈ രാജ്യത്തിന്റെ വീര്യത്തിനെ കുറിച്ച് പറയുന്നത്. അവിടെയാണ് നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന പോലെ 10 കരങ്ങളുള്ള പിന്നെ പ്രഹരധാരണിയാണ് എന്നൊക്കെയുള്ള കാര്യങ്ങൾ വന്നിരിക്കുന്നത്. ഇത് പാടുന്നത് കൊണ്ടാണ് രാജ്യദ്രോഹ കുറ്റം. അല്ലെങ്കിൽ ഞാൻ താമസിക്കുന്ന രാജ്യം സുജലമാണ് സുഫലമാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യദ്രോഹ കുറ്റം വരുമോ? സെഡിഷൻ ചാർജാണ് അന്ന് ബ്രിട്ടീഷുകാർ ചുമത്തിയിരുന്നത്. ഇന്ത്യ രൂപീകൃതമായിരിക്കുന്നതിനെ കുറിച്ച് പറഞ്ഞു, റിലീജിയസ് ലൈൻസിന്റെ കാര്യം പറഞ്ഞു. പക്ഷെ അങ്ങനെയല്ല, പാകിസ്ഥാൻ രൂപീകൃതമായിരിക്കുന്നതാണ് മതപരമായിട്ട്. ഇന്ത്യ രൂപീകരിച്ചിരിക്കുന്നത് മതപരമായിട്ടല്ല. അങ്ങനെയായിരുന്നെങ്കിൽ ഇന്ത്യ ഹിന്ദു രാജ്യമാകണമായിരുന്നു. അല്ല, നമ്മൾ ഇവിടെയുള്ള ന്യൂനപക്ഷങ്ങളായിട്ടുള്ള മുസ്ലിങ്ങൾക്കും തുല്യമായിട്ടുള്ള സ്റ്റാറ്റസ് ഉൾപ്പെടെയുള്ള മതേതര രാജ്യമായിട്ട് നിൽക്കുമ്പോൾ പാകിസ്ഥാന്റെ രൂപീകരണത്തിന് താല്പര്യമുണ്ടായിരുന്ന മുസ്ലിം ലീഗാണ് കൊണ്ടുപോയത്. അതിന്റെ കുത്തിത്തിരിപ്പിന്റെ ഭാഗമായിട്ടാണ് ഈ വന്ദേ മാതരോ ഫോബിയ പണ്ടുണ്ടാക്കിയത്. 1905 ബംഗാളിൽ സ്കൂളിൽ വന്ദേമാതരം പാടിയിരിക്കുന്ന കുട്ടികൾക്ക് അന്നത്തെ ബ്രിട്ടീഷ് ഗവൺമെന്റ് 5 രൂപ ഫൈൻ അടിപ്പിച്ചിട്ടുണ്ട്. എന്തിനാ? വർഗീയത പലർത്തുന്നു എന്ന് പറഞ്ഞിട്ടാണോ? മതേതരമായിട്ടുള്ള ചിന്ത ഇവർ വളർത്തുന്നില്ല എന്ന് പറഞ്ഞിട്ടാണോ? അത് പാടാൻ അനുവാദം നൽകിയിരിക്കുന്ന സ്കൂളുകളുടെ അംഗീകാരം ബ്രിട്ടൻ റദ്ദാക്കിയിട്ടുണ്ട്. ഈ ബംഗാൾ പ്രൊവിൻഷ്യൽ കോൺഫറൻസ് നടക്കുകയാണ് 1906 ഏപ്രിലിൽ ബാരിസാളിൽ. ആ ബാരിസാളിൽ അത് നിരോധിച്ചു. എന്തുകൊണ്ടാ? ആ പാട്ട് ആലോപിച്ചതുകൊണ്ട്, വന്ദേ മാതരം അവിടെ പാടിയത് കൊണ്ട് ബ്രിട്ടീഷുകാർ വന്നിട്ട് ആ സമ്മേളനം നിരോധിച്ചു. അപ്പൊ വർഗീയമായിട്ടായിരുന്നു എങ്കിൽ അവിടെ ഹിന്ദുക്കളും മുസ്ലിങ്ങളും തമ്മിൽ ഈ പാട്ട് പാടുന്ന സമയത്ത് നീ ആ പാട്ട് പാടണ്ടാടാന്ന് പറഞ്ഞ് ഇവർ തമ്മിലടി ഉണ്ടാവണം. ആ തമ്മിലടിയല്ല ഉണ്ടായിരിക്കുന്നത്, അവിടെ യൂണിറ്റിയാണ് ഉണ്ടായത്. എന്ന് വെച്ചാൽ വന്ദേ മാതരം ഇന്ത്യയിൽ ഉണ്ടായിരുന്ന ഹിന്ദുവിനെയും മുസ്ലിമിനെയും ഒരൊറ്റ കാര്യത്തിന്, ഒരു പർപ്പസിന് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുമിപ്പിച്ച് നിർത്തി. അതാണ് ആ പാട്ടിന്റെ സ്ട്രെങ്ത്. നമ്മളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ കോൺഗ്രസ് ഇവിടെ ഉണ്ടായിരുന്നു, ഈ പറയുന്ന കാര്യങ്ങൾ കോൺഗ്രസ് തീരുമാനിച്ചു. എന്നിട്ട് അവസാനം ബ്രിട്ടീഷുകാർ ഇവിടെ നിന്ന് വിട്ടുപോകുമ്പോൾ 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷമാണ് വന്ദേ മാതരത്തിന്റെ ഈ നിരോധനം നമ്മൾ എടുത്തു മാറ്റുന്നത്. ഒരു തരത്തിലുള്ള മതസ്പർദ്ധയും ആയിരുന്നില്ല അന്നത്തെ കാരണം. ഇത് നാഷണലിസ്റ്റ് ഫെർവർ ഉണ്ടാക്കുന്നു എന്നുള്ള ഒരൊറ്റ കാരണമായിരുന്നു. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ 2 സ്റ്റാൻസുകൾ മാത്രമായി ചുരുക്കപ്പെടുകയും ചെയ്തു ശ്രീജിത്ത്. 2 സ്റ്റാൻസുകൾ മാത്രമായി ചുരുക്കപ്പെടുകയും ചെയ്തു. അല്ല, അത് 1937 മഞ്ജുഷേ. 1937 ഭാഗമായിട്ടുള്ള ഒരേ ഒരു കളക്റ്റീവ് മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ 1942 പരാജയപ്പെട്ടിരിക്കുന്ന ക്വിറ്റ് ഇന്ത്യ മാത്രമാണ്. അതിനു മുമ്പ് നടന്നിരിക്കുന്ന 100 കണക്കിന് മൂവ്മെന്റുകൾ. 1896 ഇത് പാടിയതിനു ശേഷം 1937 വരെയുള്ള 100 കണക്കിന് മൂവ്മെന്റുകളിൽ ഖിലാഫത്ത് പ്രസ്ഥാനത്തിൽ ഉൾപ്പെടെ വന്ദേ മാതരത്തിന്റെ പൂർണ്ണ രൂപമാണ് ആലപിക്കപ്പെട്ടിരിക്കുന്നത്. ഞാനൊരു കാര്യം പറയാം. പിന്നെ മൗലാന ആസാദ് കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്ന സമയത്ത് അദ്ദേഹം നിർബന്ധമാക്കി വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായിട്ടുള്ള ഭാഗം എല്ലാ കോൺഗ്രസ് സമ്മേളനങ്ങളിലും പാടണം, രാജ്യമൊട്ടാകെ. മൗലാന ആസാദ് ഒരു ലെസർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം പാടി. ലെസർ മുസ്ലിം ആയിരുന്നു. അദ്ദേഹം ഒരു മുസ്ലിം പണ്ഡിതൻ കൂടിയായിരുന്നു, അല്ലെ? ആരെങ്കിലും പറയുമല്ലെന്ന്. അപ്പൊ അങ്ങനെ ഒരു ലെസർ മുസ്ലിം ആയിരുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞ ഒരു ലെസർ മുസ്ലിം അല്ല. എന്നിട്ട് ഈ 1937 കോൺഗ്രസ് ഈ രാഷ്ട്രീയമായ കാരണങ്ങളാൽ വിട്ടുവീഴ്ചയ്ക്ക് വേണ്ടിയിട്ട് ഈ ഒരു തീരുമാനം എടുക്കുന്ന സമയത്ത് ആ കമ്മിറ്റിയിൽ ആസാദ് ഉണ്ടായിരുന്നു. അതായത് ആസാദിന്റെ വ്യക്തിപരമായ താല്പര്യവും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അദ്ദേഹം നടത്തിയിരിക്കുന്നതും വന്ദേ മാതരത്തിന്റെ പൂർണ്ണമായ അംഗീകാരമാണ്. അല്ല, ഞാൻ പറഞ്ഞത് നേതാജി വേറൊരു റിലിജിയനാണ്. പക്ഷെ ആസാദ് കൂടി അതിൽ ഉൾപ്പെട്ടിരിക്കുന്നത് ആ പൊളിറ്റിക്കൽ എക്സിജൻസി കാരണമാണ്. മുസ്ലിം ലീഗിനെ ഇവിടെ നിർത്താനായിട്ട് നമുക്ക് ഇത് സമ്മതിക്കാം എന്നുള്ളതാണ്. അതല്ലെങ്കിൽ 40 വർഷം 1909 ആദ്യമായിട്ട് ഈ പിന്നെ ലീഗിന്റെ ഭാഗത്തുനിന്ന് ഒരു എതിർപ്പുണ്ടാവുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടുണ്ടാകുന്നുണ്ട് 1937 ഇത് ഫോർമലൈസ്ഡ് ആയിട്ട് വന്നു എന്നൊക്കെ നേരത്തെ വെറുതെയാണ്. പക്ഷെ അത് വേണ്ട എന്ന് തീരുമാനിച്ചിട്ട് കോൺഗ്രസ്സുകാരത് മുന്നോട്ട് കൊണ്ടുപോയി. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇസ്ലാമോഫോബിയ എന്ന വാക്കിനെ മനോഹരമായിട്ട് അവതരിപ്പിക്കുമ്പോൾ സത്യത്തിൽ അവിടെ നടന്നിരിക്കുന്നത് വന്ദേ മാതരോ ഫോബിയാണ്. ആ വന്ദേ മാതരോ ഫോബിയ ഇല്ലാതെയാകണമെന്നുണ്ടെങ്കിൽ നമ്മുടെ രാജ്യത്തിനെ എന്ത് കാരണത്താലാണോ ബ്രിട്ടൻ ഈ പാട്ടിനെ എതിർക്കാൻ കാരണം ആ വരികളെ റെസ്റ്റോർ ചെയ്യുക എന്നുള്ളതാണ്. ആ പാട്ട് പാടിയിരിക്കുന്ന ജനറേഷൻസ് ഓഫ് ഫ്രീഡം ഫൈറ്റേഴ്സിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട. അങ്ങനെ ചിന്തിക്കാൻ കഴിയുന്നില്ല. നിങ്ങൾക്ക്
അത് അവരെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം. അതെങ്ങനെയാന്നുള്ളതാണ് ശ്രീ അവരുടെ വിശ്വാസം എന്ത്? ആരുടെ? മുസ്ലിം ലീഗിന്റെ മുഹമ്മദ് വിശ്വാസം. അമീറിനെ അടക്കമുള്ളവരെ വിശ്വാസത്തിലെടുത്തിട്ട് വേണം. ഇന്ത്യയിലെ മുഹമ്മദ് അമീർ എന്തിനാണ് ഈ വിശ്വാസത്തിലെടുത്തിട്ട് വേണം. പഴയ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാദം എന്തിനാണ് മുഹമ്മദ് അമീറിന് വരുന്നത്? അതായത് ഇവരടക്കമുള്ള ഇദ്ദേഹത്തെ അല്ല ഞാൻ അല്ല ആമിർ, അങ്ങനെ ഒരു വിശ്വാസം വരാത്തത് എന്തുകൊണ്ടാണ്? അതെ, ഈ ഓൾ ഇന്ത്യ മുസ്ലിം ലീഗിന്റെ വാദം എന്നുള്ളതല്ല, ഈ പിന്നെ മതേതര ജനാധിപത്യ പിന്നെ ഇല്ല, ചരിത്രപരമായി അതല്ലാതെ വേറെ പറയട്ടെ, ഉദാഹരണങ്ങളില്ല. പറയട്ടെ, സ്വാതന്ത്ര്യാനന്ദ ഇന്ത്യ അല്ലല്ല, താങ്കളുടെ കാഴ്ചപ്പാടായിരിക്കും, പക്ഷെ ചരിത്രപരമായി അതിൽ മുസ്ലിം ലീഗ് മാത്രമേ ഉള്ളൂ. ഒരു വിശ്വാസി അല്ലെങ്കിൽ ഏതൊരു ഇന്ത്യൻ പൗരനും അവരുടെ ഒരു ആവശ്യം ഉന്നയിച്ചാൽ അതൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ റൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ നമ്മൾ മുഖവിലേക്ക് എടുക്കണം. അത് പണ്ട് ആരെങ്കിലും ഉന്നയിച്ചോ ഇല്ലേ എന്നുള്ളതല്ല അതിന്റെ പ്രശ്നം. ഇന്ന് അത് പറയുമ്പോൾ അതിനൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂ ഉണ്ടോ അത് നമ്മൾ പരിഗണിക്കണം എന്നുള്ളതാണ്. പിന്നെ ഇപ്പൊ ഈ പിന്നെ സ്വാതന്ത്ര്യ സമര കാലത്ത് നമ്മൾ പിന്നെ പല രൂപത്തിലും പിന്നെ പറയട്ടെ പല രൂപത്തിലും പിന്നെ മതപരമായ ചിഹ്നങ്ങളെ എടുത്തു കാണിച്ചുകൊണ്ട് നമ്മൾ ആളുകളെ ഇൻസ്പയർ ചെയ്തിട്ട് സ്വാതന്ത്ര്യ സമരത്തിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനം അതിന്റെ ഒരു ഉദാഹരണമാണ്. ജിന്നടക്കം അതിനെതിരായിരുന്നു. ഇപ്പൊ ഖിലാഫത്ത് പ്രസ്ഥാനമൊക്കെ കൊണ്ടുവരുന്ന സമയത്ത് അതേപോലെ തന്നെ ഇപ്പൊ ഗണേശോത്സവം പോലത്തെ സംഗതികൾ അതൊന്നും 1920 വരെ ഒന്നും അത്ര വ്യാപകമായിട്ട് ആഘോഷിക്കപ്പെടാത്തൊരു സംഗതിയായിരുന്നു. ഇതൊക്കെ പിന്നെ കോൺഗ്രസിൽ നിന്ന് തന്നെ ഉള്ള പിന്നെ വിശ്വാസികളെ ഒരു വലിയൊരു ജനവിഭാഗത്തെ ആകർഷിക്കാനുള്ള ഒരുപാട് തന്ത്രങ്ങളായിട്ട് ഇതൊക്കെ വന്നിട്ടുണ്ട്. അപ്പൊ അതൊക്കെ ഉപകാരപ്പെട്ടിട്ടുണ്ട്. അതിന്റെ നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഉണ്ടാവും. ലോങ് ടൈം ഇമ്പാക്റ്റിൽ പലതും നമ്മൾ അനുഭവിക്കുന്നുണ്ടാവും, ഒക്കെ ഉണ്ടാവും. പക്ഷെ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂഷണൽ അസംബ്ലി ഡിബേറ്റ്സ് വെച്ച് നമ്മളൊരു കോൺസ്റ്റിറ്റ്യൂവൻ പിന്നെ ഭരണഘടന ഉണ്ടാക്കി അതിൽ നമ്മൾ വളരെ നല്ല രൂപത്തിൽ പോകുന്നു. 1971 ഒരു പ്രിവെൻഷൻ ഓഫ് ഇൻസൾട്ടിങ് ആക്ട് ഉണ്ടാക്കി. ഇതൊക്കെ കഴിഞ്ഞ് ഇപ്പോ ഒരു അമെന്റ്മെന്റ് കൊണ്ടുവരുന്നതിന്റെ ഒരു ആവശ്യകത എന്താണ്? പ്രത്യേകിച്ച് പിന്നെ ഇവിടുത്തെ മതവിശ്വാസികൾക്ക് ഇങ്ങനെ ഒരു പ്രശ്നം, അവർക്കൊരു ലിമിറ്റേഷൻ ഉണ്ട് എന്ന് അറിയെ തന്നെ എന്തിനാണിത് ഇങ്ങനെ കൊണ്ടുവരുന്നത്? ഇനി ഇതിൽ ലിമിറ്റേഷൻ പറഞ്ഞാൽ അവർക്ക് ഇതന്നെ അതില് മറ്റ് ദൈവങ്ങളെ പരാമർശിക്കുന്നതുകൊണ്ട് വിശ്വാസികൾക്ക് ചെല്ലാനുള്ള പ്രയാസമുണ്ട്. ഇനി സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം കൂടെ എനിക്ക് ശ്രീ അമീറിനോട് ഒരു ഡൗട്ട് ചോദിക്കാനുണ്ട്. സ്വാതന്ത്ര്യാനന്തര ഭാരതത്തിൽ നമുക്ക് നമ്മുടെ മതപരമായിട്ടുള്ള അവകാശങ്ങളെ സംരക്ഷിക്കുന്നതിനും രാജ്യം മതേതരമായി നിൽക്കുന്നതിനും വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ വന്നിട്ടുണ്ട്. അതുകൊണ്ട് പണ്ട് എന്തായാലും ഇന്നത്തെ ഇന്ത്യയിൽ ഒരു ഭരണഘടന നിലനിൽക്കുന്ന സമയത്ത് ഇത്തരത്തിലുള്ള മതചിഹ്നങ്ങളെ ഉപയോഗിക്കരുത് എന്ന് താങ്കൾ പറഞ്ഞു. ഞാൻ ചോദിക്കുന്നത് അങ്ങനെയാണ് എങ്കിൽ മതപരമായിട്ടുള്ള, ഞാൻ പറഞ്ഞ ഹിന്ദു റിലിജിയൻ അല്ല, ഹിന്ദു മതപരമായിട്ടുള്ള ഈശ്വര സങ്കല്പങ്ങളെ ഉപയോഗിക്കുന്ന വാർ ക്രൈസ് ആണ് നമ്മുടെ നാട്ടിലുള്ള നിരവധി റെജിമെന്റുകൾക്കുള്ളത്. ഇപ്പൊ മറാഠ ലൈറ്റ് ഇൻഫൻട്രിക്ക് ഹർ ഹർ മഹാദേവ് എന്നാണ്. അതിൽ വേറെ ഒരു മതവുമില്ല, ഒരൊറ്റ ദൈവമാണ്. രാജ്പുത് റെജിമെന്റിന് ബോൾ ബജ്രംഗ് ബലി കി ജയ് എന്നാണ്, ഹനുമാനെയാണ് പറയുന്നത്. രാജ്പുത്താന റൈഫിൾസ് പറയുന്നതോ രാജാ രാമചന്ദ്ര കി ജയ് എന്നാണ്. ഗർവാൾ റൈഫിൾസ് വീണ്ടും ബജ്രംഗ് ബലിയെ പറയുന്നു. ഡോഗ്ര റെജിമെന്റ് ബജ്രംഗ് ബലിയെ പറയുന്നു. കുമാവോൺ റെജിമെന്റ് കാളിയെ പറയുന്നു. ഞാൻ ചോദിക്കുന്നത് ലളിതമായിട്ടുള്ള ചോദ്യമാണ്, തെറ്റാണോ ഇത് തെറ്റാണോ? കോടതിയിൽ ആരെങ്കിലും ചലഞ്ച് ചെയ്തിട്ടുണ്ടോ? ഞാൻ ഇതിന് എന്റെ കാര്യങ്ങൾ ഒന്ന് പറയാനുണ്ട്. പിന്നെ ഇതിൽ ഞാൻ വരാം. അല്ല അതെ, നിങ്ങൾ അത് വിട്. പിന്നെ ശ്രീജിത്ത്, ഞാൻ പറയാനുള്ളത് ഇതിലിഞ്ഞി ഒരു പ്രശ്നം വരെ എന്താണെന്നറിയോ? ഇപ്പോ ഇവിടെ ഇൻവെസ്റ്റിച്ചർ ആയിട്ടുള്ള ഈ സെറിമണികൾക്കാണ് ഇപ്പൊ ഇത് പാടാൻ പറഞ്ഞതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പൊ ബില്ല് വന്നാൽ കൂടുതൽ കാര്യങ്ങൾ അറിയാം. പക്ഷെ ഈ ചർച്ച വന്ന സമയത്ത് എനിക്കൊണ്ട് നമ്മൾ തന്നെ ഒരിക്കലും ഇരുന്നിട്ടുണ്ട്. ഇപ്പൊ മഞ്ജുഷും ശ്രീജിത്തും നമ്മൾ തന്നെ ഇവിടെ തന്നെ ഒരിക്കൽ ഇരുന്നിട്ടുണ്ട്. അപ്പൊ അവിടെ പിന്നെ അന്ന് ഇത് വന്ന സമയത്ത് പറഞ്ഞിരുന്നത് ഇപ്പോ ദേശീയ പതാക ഉയർത്തുന്ന സന്ദർഭങ്ങളിലെല്ലാം വന്ദേമാതരമായിരിക്കണം ആലപിക്കേണ്ടത് എന്നൊരു സംഗതിയും കൂടി പറഞ്ഞിരുന്നു. അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ എനിക്കൊന്ന് ഞാൻ അന്നും റേസ് ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. ഇത് ഒരു മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷനിൽ ഒരു ഓഗസ്റ്റ് 15 അല്ലെങ്കിൽ ജാനുവരി 26 പതാക ഉയർത്തുമ്പോൾ അവിടെ പിന്നെ ഈ വന്ദേ മാതരം ചൊല്ലിയില്ലെങ്കിൽ അത് ഒരു പണിഷബിൾ ഒഫൻസ് ആയി മാറും? ചർച്ചയ്ക്ക് ശേഷം അതാണ് ശ്രീ അമീർ, നമ്മൾ ആ ചർച്ച നടത്തിയതിന് ശേഷം ഇതേ വാദം ഉന്നയിച്ച ഒരാൾ കോടതിയിൽ പോയി. അന്ന് കോടതി വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഈ നിയമത്തിൽ നിർബന്ധമായിട്ട് ഇത് പാടിയിരിക്കണം എന്നോ ഇത് പാടിയില്ല എങ്കിൽ ശിക്ഷാ നടപടികളെന്നോ പറഞ്ഞിട്ടില്ല. ഇതിന്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റൂൾസ് ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ വരുന്ന സമയത്ത് ഇതിനെ നിർബന്ധമാക്കുകയോ ശിക്ഷാ നടപടികൾ പീനൽ പ്രൊവിഷൻസ് അതിൽ ഏർപ്പെടുത്തുകയോ ചെയ്താൽ നിങ്ങൾ ഈ പരാതിയുമായിട്ട് അന്നേരം വരൂ എന്ന് പറഞ്ഞുകൊണ്ട് ആ ഹർജി കോടതി മടക്കി. എന്ന് വെച്ചാൽ നിലവിൽ അങ്ങനെ ഒരു കൺസേൺ ഇല്ല എന്നതാണ് നിയമപരമായി. നമ്മൾ ഇത് മതേതരത്വത്തിന് വേണ്ടിയാണെന്നല്ല, വളരെ ഓപ്പണും ഓണസ്റ്റുമായിട്ട് എന്റെ വിശ്വാസ സമ്പ്രദായമായ ഒരു എതിർപ്പുണ്ട്.
എന്ന് തന്നെ പറയണം. അത് വേറൊന്നും കൊണ്ടല്ല, അതാണ് അതിന്റെ ആത്മാവ്. താങ്കൾ നേരത്തെ ഒരാളെയും കൂടെ ആഡ് ചെയ്യണം, അത് അംബേദ്കറൈറ്റ്സ് ആണ്. അംബേദ്കർ എടുക്കുന്ന പ്രതിജ്ഞകളിൽ ഹിന്ദു ദേവീ ദേവന്മാരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് രാമനെയും കൃഷ്ണനെയും ഒന്നും വിശ്വസിക്കില്ല എന്നും ഹിന്ദു ദേവീ ദേവന്മാരെ വിശ്വസിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അതായത് ഗൗരി പാർവതിയെ മാത്രമേ പറയുന്നുള്ളൂ, പിന്നെ ഹിന്ദു ദേവീ ദേവന്മാരെ. അപ്പൊ നിങ്ങളുടെ വിശ്വാസത്തിന്റെ പ്രശ്നമാണെന്ന് തന്നെ പറഞ്ഞ് ആ പോയിന്റ് റേസ് ചെയ്യണം. അത് മതേതരത്വവും ഭരണഘടനയും കൊണ്ടല്ല. രണ്ട്, നമ്മൾ എന്ന് ഓർക്കേണ്ടത് ഇന്ന് അവരിൽ കോൺഫിഡൻസ് ഇൻസ്പയർ ചെയ്യേണ്ട ജോലി നമ്മൾ ഹിന്ദുക്കൾക്കാണ്. അവരെ വന്ദേ മാതരം ഉപയോഗിച്ച് വടിയായി നമ്മൾ തല്ലിയാൽ നമ്മൾ വന്ദേ മാതരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ അനീതിയാണ്. നമ്മൾ ബങ്കിം ചന്ദ്ര ചാറ്റർജിയോടും ഹിന്ദു മുസ്ലിം എനിക്ക് മനസ്സിലായില്ല കേട്ടോ. വന്ദേ മാതരം സെൻസർ ചെയ്യുന്നത് അല്ല, താങ്കൾ വന്ദേ മാതരത്തെ സെൻസർ ചെയ്യുന്നതിനെയാണോ അനുകൂലിക്കുന്നത്, മുഴുവനായിട്ട് ആലപിക്കുന്നതിനെയാണോ? ഒരു സ്റ്റാൻഡ് നിൽക്കൂ. മുഴുവനായിട്ട് പാടുന്നതിനെ അവരെ വിശ്വാസത്തിലെടുത്ത് ചെയ്തൂടെ? ഈ വിശ്വാസത്തിലെടുക്കുക ആരെ വിശ്വാസത്തിലെടുക്കുക? ഈ രാജ്യത്തുള്ള എല്ലാ മുസ്ലിങ്ങൾക്കും വോട്ടിട്ട് ചോദിക്കൂ. എങ്ങനെയാ വിശ്വാസത്തിലെടുക്കുന്നത് അത് പറയൂ. ഈ നാട്ടിലുള്ള രാഹുൽ, എന്റെ ചോദ്യം, വിശ്വാസത്തിലെടുക്കാനുള്ള മാർഗം എന്താണ്? എന്ത് മാർഗം വഴിയാണ് വിശ്വാസത്തിലെടുക്കുന്നത്? കൺസൾട്ടേഷൻ എടുക്കുക. പിന്നെ എന്താ ആരോട് കൺസൾട്ടേഷൻ? സംഘടനയാണ്. ആരോട് കൺസൾട്ടേഷൻ? ഓർഗനൈസേഷനോട് കൺസൾട്ട് ചെയ്യുക. മുസ്ലിം ഓർഗനൈസേഷൻ സമസ്ത എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ടോ? എല്ലാ മുസ്ലിങ്ങളെയും ഈ ഓർഗനൈസേഷൻ പ്രതിനിധീകരിക്കുന്നുണ്ടോ? എല്ലാ മുസ്ലിം ഓർഗനൈസേഷനെ വിളിക്കുക. വേണ്ട, സമസ്തയെ മാത്രമൊന്നുമല്ല. അല്ല, ഞാൻ പറഞ്ഞത് എല്ലാ മുസ്ലിം ഓർഗനൈസേഷനും ഇവിടെയുള്ള എല്ലാ മുസ്ലിങ്ങളെയും പ്രതിനിധീകരിക്കുന്നുണ്ടോ? ഇല്ലല്ലോ. ഞാൻ ചോദിക്കുന്നത് ഹിന്ദുക്കളെ വിശ്വാസത്തിലെടുക്കണമെങ്കിൽ താങ്കൾ ആരെ വിളിക്കും? ഞാൻ ചോദിക്കുന്ന ചോദ്യത്തിന് മറുപടി പറയും. ആരെ വിളിക്കും? NSSനെയും KPMSനെയും SNDPയും വിളിച്ചാൽ മതിയോ? ഭൂരിപക്ഷം നമ്മളല്ലേ? അല്ല, ആ ഭൂരിപക്ഷം ആര്? അങ്ങനെയൊന്നുമില്ല. അത് വെറുതെ ഒരു ബ്ലാങ്കറ്റ് സ്റ്റേറ്റ്മെന്റ് ആണ്. ഒരു കാരണവശാലും റഫറൻഡം സാധ്യമല്ലാത്ത ഒരു കാര്യത്തിലാണ് വെറുതെ പറയുന്നത് അവരെ വിശ്വാസത്തിലെടുക്കാമെന്ന്. അവരെ വിശ്വാസത്തിലെടുക്കാനുള്ള ഒരു മാർഗവും നമ്മുടെ മുന്നിലില്ല. ഞാൻ അതിന്റെ ഒരു മറുപടി CGGയോട് പറയട്ടെ. CGGക്ക് ഏറ്റവും ഇഷ്ടമുള്ള നേതാജിയും എനിക്ക് ഇഷ്ടമുള്ള ഗാന്ധിജിയും എല്ലാം ഈ രീതി കോൺഫിഡൻസ് ബിൽഡ് ചെയ്യണമെന്നും രാജ്യത്തെ ഒരുമിച്ച് നിർത്തണമെന്നും ചിന്തിച്ചുകൊണ്ടല്ലേ അങ്ങനെ ഒരു സ്റ്റെപ്പ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ രാഹുൽ പറഞ്ഞു വരുന്നത് ഭാഗം മതി എന്നാണ്. രാഹുൽ ഞാൻ രാഹുലിന്റെ കാര്യത്തിൽ ഇടപെടുകയാണ്. രാഹുൽ ഒരു നിലപാടിൽ നിൽക്കുക. സെൻസർ ചെയ്ത ഭാഗമാണോ വേണ്ടത് അതോ മുഴുവൻ ഭാഗമാണോ വേണ്ടത് എന്ന കാര്യത്തിൽ താങ്കൾ ഒരു നിലപാടെടുക്കുക. ആദ്യം മുസ്ലിങ്ങളെ വിശ്വാസത്തിലെടുത്തിട്ട് വേണുഗോപാൽ സാർ പറഞ്ഞ ഒരു ആർഗ്യുമെന്റ് അതിൽ ഗുണം ചെയ്യും. അതായത് ദുർഗ എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല ഫൈറ്റിംഗ് സ്പിരിറ്റ്. അതൊക്കെ അവർക്ക് അറിയാവുന്നേ. എന്റെ രാഹുൽ ഈശ്വർ, ഞാനൊരു കാര്യം പറഞ്ഞിട്ടെ. 1967 ഞാൻ 1ാം ക്ലാസ്സിൽ പോയപ്പോഴേ ഒരു കാര്യം ഒന്ന് കേൾക്ക്. അമീറും താങ്കളും കേൾക്കേണ്ടതാണ്. അമീറും താങ്കളും കേൾക്കേണ്ട ഒരു കാര്യം പറയുന്നത്. ഞാൻ ഒരു കാര്യം രാഹുൽ ഈശ്വർ ഒരു കാര്യം ഒന്ന് പറഞ്ഞോട്ടെ. ഒരു കാര്യം ദയവായിട്ടൊന്ന് പറഞ്ഞോട്ടെ. 1967 ഞാൻ പാലക്കാട് കൊല്ലങ്കോട് ഇപ്പോഴും ആ സ്കൂളുണ്ട്. ആ സ്കൂളിലാണ് 1ാം ക്ലാസ്സിൽ ചേർന്നത്. ആ സ്കൂളിലെ അധ്യാപകൻ ഹരിശ്രീ ഗണപതയെ നമ എന്ന് എന്നെക്കൊണ്ടും അവിടുത്തെ മുസ്ലിം ക്രിസ്ത്യൻ വിഭാഗത്തിലുള്ള എല്ലാ കുട്ടികളെ കൊണ്ടും എഴുതിച്ചു. അന്ന് ഒരു മുസ്ലിമും ഒരു ഹിന്ദുവും പിന്നെ ഇതിനെതിരായിട്ട് അല്ലെങ്കിൽ ഒരു മുസ്ലിമോ ഒരു ക്രിസ്ത്യാനിയോ ഒന്നും ഇതിനെതിരായി പറഞ്ഞില്ല. ഞാനത് ഇപ്പോഴും തുടരണമെന്നല്ല പറഞ്ഞത്. പക്ഷേ അത്തരത്തിലുള്ള വർഗീയത പിന്നീടാണ് വന്നത്. ആ വർഗീയത എങ്ങനെ ഉണ്ടായി എന്നുള്ളതാണ്. മുഹമ്മദ് അമീർ രാഹുൽ ആവർത്തിച്ച് പറയുന്നുണ്ടായിരുന്നു മുസ്ലിം ജനവിഭാഗത്തെ കൂടി പറയട്ടെ. പക്ഷേ അന്ന് അങ്ങനെ ഉൾക്കൊള്ളുന്ന മാതാപിതാക്കൾ ഇവിടെ ഉണ്ടായിരുന്നു. ഇപ്പൊ പറ്റുമോ അത്? ഈ അമീറിന്റെ കൈ പിടിച്ച് ഹരിശ്രീ ഗണപത അല്ല, എഴുതിക്കണ്ട. പക്ഷെ അങ്ങനെ വരെ ഉൾക്കൊള്ളുന്ന അതിനെ പിന്നീട് എങ്ങനെ മാറി? അതാണ് പ്രശ്നം. രാഹുൽ രാഹുൽ പറഞ്ഞൊരു കാര്യമുണ്ടല്ലോ, മുസ്ലിം ജനവിഭാഗത്തെ കൂടി ആത്മവിശ്വാസത്തിലെടുക്കുന്ന കാര്യമായിരിക്കണം ചെയ്യേണ്ടതെന്ന്. താങ്കൾ അതിനോട് യോജിക്കുന്നുണ്ടോ? അതെങ്ങനെ സാധിക്കുമെന്നുള്ളതാണ് രാഹുൽ ആവർത്തിച്ച് പറഞ്ഞ മാർഗമാണ്. അമീർ ആരുടെ അടുത്ത് കൺസൾട്ട് ചെയ്യണം? ഇതിൽ കൺസൾട്ടേഷൻ എന്നുള്ളത് കൊണ്ട് ഇപ്പൊ ഓർഗനൈസേഷന്റെ അടുത്ത് കൺസൾട്ടേഷൻ എടുക്കണം എന്നൊക്കെ പറഞ്ഞു. ഓക്കെ, അതില് പിന്നെ ഓരോ വിഭാഗം പലതും പറഞ്ഞേക്കാം, പിന്നെ അവരുടേതായ സ്റ്റാൻഡുകൾ അവർ പറഞ്ഞേക്കാം. ഞാൻ ചോദിക്കുന്നത്, ഇന്ത്യയിൽ ഇപ്പോ ഒരാളെങ്കിലും അയാൾക്ക് അയാളുടെ വിശ്വാസത്തിനെതിരാണ് വന്ദേ മാതരത്തിലെ ചില സ്റ്റാൻസുകൾ എന്ന് തോന്നിയാൽ അദ്ദേഹത്തെ ഭരണഘടന പരിഗണിക്കുമോ? അതല്ലേ നമ്മൾ നോക്കേണ്ടത്.
അത് ഇനിയിപ്പോ ആരെ ശിക്ഷിക്കില്ല, എണീറ്റ് അതെ നിന്നാൽ അല്ല അല്ല വേണ്ട. പക്ഷെ അല്ല, രാവിലെ എണീറ്റ് നിൽക്കുന്നതിന് ബുദ്ധിമുട്ടുണ്ടെന്നാണോ അമീർ പറയുന്നത്? അങ്ങനെയാണോ? ഇല്ലല്ലോ. എഴുന്നേറ്റ് നിൽക്കലൊന്നും പ്രശ്നമല്ല. പക്ഷെ അവിടെ ഒരു അപരവൽക്കരണം നടക്കാനുള്ള സാധ്യത എഴുന്നേറ്റ് നിൽക്കുന്നില്ല എന്നുള്ളതല്ല. നമ്മളിങ്ങനെ എടുത്ത് പറയുമ്പോഴാണ് അപരവൽക്കരണം ആവുന്നത്. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത് ഹരിശ്രീ ഗണപതേ നമാന്ന് പണ്ട് എഴുതിയപ്പം ആരും എതിർത്തില്ല. എതിർക്കാത്തത് കൊണ്ട് ഇപ്പോഴും തുടരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ഇപ്പോഴും തുടരണമെന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്ന ഒരു ജനവിഭാഗം ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ അള്ളാഹുവിനെയും യേശു ക്രിസ്തുവിനെയും ഒരുപോലെ കാണാനുള്ള ഹിന്ദുക്കളും ഉണ്ടായിരുന്നു. അത് എങ്ങനെ മാറി എന്നുള്ളത് ആലോചിക്കണം. അത് ഒരു ഭാഗത്ത് വന്നാൽ വേറൊരു ഭാഗത്തും കൂടെ വരുമെന്നുള്ളതാണ് അമീർ മനസ്സിലാക്കുന്നത്. അതാണ് ഇപ്പോൾ ഇന്ത്യയിൽ വന്നിരിക്കുന്ന ഏറ്റവും വലിയ ദുര്യോഗം. പണ്ട് EMS പറഞ്ഞ പോലെ. ഞാൻ നിർത്തുവോ? ശരി, നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും ഇന്നത്തെ ചോദ്യം ഇതായിരുന്നു: വന്ദേ മാതരം നിർബന്ധമാക്കുന്നതിനെ അനുകൂലിക്കുന്നുണ്ടോ? അനുകൂലിക്കുന്നവർ 48%, അനുകൂലിക്കാത്തവർ 49%. രണ്ടുപേർ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.